ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഹോം സയൻസിലെ പൗൾട്രി എന്ന് പറയുന്ന മേഖല, നമ്മുടെ വേരിയസ് ഫുഡ് പ്രോഡക്ട്സ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് മിൽക്ക് പഠിക്കാനുണ്ട്, മീറ്റ് പഠിക്കാനുണ്ട്, മീറ്റിനകത്ത് തന്നെ പൗൾട്രി പഠിക്കാനുണ്ട്, എഗ്ഗ് പഠിക്കാനുണ്ട് അല്ലേ. എഗ്ഗിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക, റഫറൻസ് പ്രോട്ടീൻ ആണല്ലേ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ റഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ എഗ്ഗിൻ്റെ പ്രോട്ടീൻ എന്ന് പറയാം. അപ്പോൾ നമുക്കിവിടെ പൗൾട്രി പഠിക്കാനുണ്ട്. പൗൾട്രിയും നിയർലി അതിൻ്റെ ക്വാളിറ്റി വരുന്നത് പ്രോട്ടീൻ സോഴ്സ് തന്നെയാണ്, നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ് നമുക്ക് പൗൾട്രി മീറ്റിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ ഓരോ ഫുഡ് പ്രോഡക്ട്സിനെ കുറിച്ച് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകണം. മിൽക്കിൻ്റെ ഭാഗം കുറച്ചും കൂടെ എടുക്കാനുണ്ട്, കുറച്ച് പ്രോഡക്ട്സ് വരാനുണ്ട്. അത് ഉടനെ തന്നെ വരും നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ പൗൾട്രിയിലേക്ക് കടക്കാം. പൗൾട്രി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും ഓരോ ക്ലാസ്സിൽ നിന്ന് 1 മാർക്ക് കിട്ടും എന്നുള്ള കൺസെപ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു 10-300 ക്ലാസ് വരും എല്ലാം കൂടെ അല്ലേ. ഈ 10-300 ക്ലാസ് വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഒരു 2.5 ക്ലാസ് പഠിച്ചാൽ 1 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. അതാണ് ഒരു പരിപാടി, എൻ്റെ ഒരു പ്രോഗ്രാം അത് തന്നെയാണ്. കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പൗൾട്രിക്ക് വേണ്ടി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി അതൊക്കെ ഉള്ളത് മക്കളെ, ബേസിക് ലക്ഷ്മി അതുപോലെ നോൺ ബോട്ടറും അല്ലേ. ഈ 2 ഭാഗം നമ്മളൊന്ന് മനോഹരമായിട്ട് 2 പുസ്തകങ്ങൾ അത് തന്നെ പഠിച്ചാൽ മതി. അപ്പോൾ ആ 2 പുസ്തകത്തിൻ്റെയും ഒരു ഗിഫ്റ്റാണ് നിങ്ങൾക്ക് ഈ ഒരു നോട്ടിൽ കൂടെ നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഫുഡ് ടെക്നോളജിയിൽ നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഹോം സയൻസിലും പഠിക്കുന്ന ടെക്സ്റ്റുകൾ അത് തന്നെയാണ്, നമ്മുടെ റെഫറൻസ് അത് തന്നെയാണ്. അതിൽ കൂടുതലായിട്ട് നിങ്ങളൊന്നും വലുതായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനകത്ത് തന്നെ ചോദ്യങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ 1 മാർക്ക് മേടിച്ചുകൊണ്ട് ICDS സൂപ്പർവൈസർ പരീക്ഷയിലെ ആദ്യ റാങ്ക് ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ട് പോകാം. ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അറിയിക്കുക. അതുപോലെ ക്ലാസ്സിൻ്റെ അവസാനം വരെ കാണുകയും അതുപോലെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുകയും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ അവസാനം വിളിച്ചു പറയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ പൗൾട്രി പാർട്ട് 1 ആവുന്നുള്ളൂ, തീരുന്നില്ല, ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വിശദമായിട്ട് പരിശോധിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് കുറച്ച് പ്രാക്ടീസസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ കുറച്ച് ടേംസ് ആൻഡ് ക്ലാസിഫിക്കേഷൻസ് എല്ലാം ഉണ്ട്. പിന്നെ രണ്ടാമെന്ന് പറയുമ്പോഴത്തേക്കും അതായത് ഇതിനെ ഡ്രസ്സ് ചെയ്യുന്ന പ്രോസസ്സ്, വ്യാവസായിക അടിസ്ഥാനത്തിൽ പൗൾട്രി ഡ്രസ്സ് ചെയ്യുന്ന പ്രോസസ്സിൽ എന്തെല്ലാം ഉൾപ്പെടുന്നു, അതെങ്ങനെയൊക്കെ ചെയ്യുന്നു, ഓരോന്നിൻ്റെയും പ്രയോജനങ്ങൾ എന്തെല്ലാം, അതെല്ലാം നമ്മൾ നോക്കുന്നത്. ന്യൂട്രീറ്റീവ് വാല്യൂ എല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് ഈ ടേം പൗൾട്രി എന്ന് പറയുന്ന ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അർത്ഥമാക്കുന്നത് നോക്കാം. നമുക്ക് ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഇവിടെ എന്താ കാണാ, ഇത് കൊയിലാണ്. കൊയിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കണ്ടിട്ടുള്ളവരുള്ളേ ഉണ്ടാവുന്നത്. എന്താണ് കൊയിൽ എന്ന് പറഞ്ഞാൽ കാട അല്ലേ, കാട. ജാപ്പനീസ് കൊയിൽ എന്നാണ് ഇതിന് പറയുന്ന പേര് കേട്ടോ, ജാപ്പനീസ് കൊയിൽ. സാധാരണ കൊയിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് ലൈക്ക് ഒരു വൈൽഡ് ബേർഡാണ്, ഒരു വൈൽഡ് ബേർഡാണ്. ബേർഡ്സ് അതുപോലെ ആനിമൽസ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം വൈൽഡാണ്, നമുക്കറിയാം അല്ലേ. എല്ലാ ബേർഡ്സ് ആൻഡ് ആനിമൽസ് എല്ലാം വൈൽഡ് ആയിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു. അങ്ങനെയാണ് നമുക്കിപ്പോൾ ഡൊമസ്റ്റിക് ആനിമൽ അല്ലേ, ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യപ്പെട്ട ആനിമൽസ് എല്ലാം നമുക്ക് ഉണ്ടായി വന്ന അതിനുശേഷമാണ്. അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ട് നമ്മൾ കാട്ടിൽ താമസിക്കുന്ന ഒരു ജീവിയെ പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ ഇണക്കി മെരുക്കി വളർത്തുന്ന പോലെ അല്ല ഡൊമസ്റ്റിക് അനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഡൊമസ്റ്റിക് അനിമൽസിന് മനുഷ്യൻ്റെ സഹായമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അത് അങ്ങനെയുള്ള അനിമൽസിന് നമ്മൾ ഡൊമസ്റ്റിക് അനിമൽസ് എന്ന കാറ്റഗറി പെടുത്തുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞാൽ ഏറ്റവും അവസാനം ഒരുപക്ഷെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യപ്പെട്ട ആനിമൽ എന്ന് പറയുമ്പോൾ, ആനിമൽ അല്ലെങ്കിൽ ബേർഡ് എന്ന് പറയുന്നതായിരിക്കും ജാപ്പനീസ് കൊയിലായിരിക്കും കേട്ടോ. കാരണം ജാപ്പനീസ് കൊയിലിന് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്, അതിൽ ഒരൊറ്റ വെറൈറ്റിയെ മാത്രമേ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ അടുത്ത കാലത്ത് വരെ ഇതിനെ ഉപയോഗിക്കരുത് എന്നൊരു ചെറിയ നിയമപ്രശ്നങ്ങളൊക്കെ ഇന്ത്യക്കകത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം മാറി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ എന്തൊക്കെ നമുക്ക് കാണുന്നത്, ഒരു കൊയിലിനെ കാണാം അല്ലെ, കാടയെ കാണാം അല്ലേ, അതുപോലെ ഒരു ടർക്കിയെ നമുക്ക് കാണാം, ഒരു ഗീസിനെ, വാത്ത എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ ഒരു ചിക്കനെ കാണാം. ഇത്രയാണ് നമുക്കിവിടെ പൗൾട്രി എന്ന് പറയുന്ന ആ ഒരു ടേമിനെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വെച്ചിരിക്കുന്നത്. നോക്കാം. ദ ടേം പൗൾട്രി ഈസ് അപ്ലൈഡ് ടു ഓൾ ഡൊമസ്റ്റിക്കേറ്റഡ് ബേർഡ്സ് ആസ് ഫുഡ് ആൻഡ് ഇൻക്ലൂഡ്സ് എന്തൊക്കെ, ചിക്കൻസ്, ഡക്സ്, ഗീസ്, ടർക്കീസ്, കൊയിൽ എക്സെട്ര. നോക്കൂ, ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യപ്പെട്ട ബേർഡ്സ് ആണ്. എന്നാൽ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യപ്പെട്ട എല്ലാ ബേർഡ്സും പൗൾട്രിയിൽ ഉൾപ്പെടുന്നുണ്ടോ? പൗൾട്രി ഫാം എന്ന് പറയുമ്പോൾ നമ്മൾ മിക്കവാറും കോഴി ഫാമിനാണ് നമ്മുടെ മനസ്സിൽ വരിക അല്ലേ. കോഴി ഫാം മാത്രമല്ല, എന്തിന്, ആഹാരമായിട്ടല്ലേ, എങ്ങനെ, മീറ്റോ അല്ലെങ്കിൽ എഗ്ഗോ ആഹാരമായിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത എ ഗ്രൂപ്പ് ഓഫ് ബേർഡ്സിനെ കളക്റ്റീവായിട്ട് പറയുന്ന പേരാണെന്ത്,
പൗൾട്രി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടും മക്കളെ? ചിക്കൻസ് ഉൾപ്പെടും, ഡക്ക് ഉൾപ്പെടും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഗീസ് അല്ലേ, വാത്ത, ഇത് ഉൾപ്പെടും അല്ലേ. അതുപോലെ ടർക്കി ഉൾപ്പെടും, അതുപോലെ കൊയിൽ ഉൾപ്പെടും, അതുപോലെ ചില സ്ഥലങ്ങളിൽ ഓസ്ട്രിച്ച് ഉൾപ്പെടും. ഓസ്ട്രിച്ചിൻ്റെ ഇറച്ചി കഴിക്കുന്ന സ്ഥലമുണ്ട്, മുട്ട കഴിക്കുന്ന സ്ഥലമുണ്ട്. യമു, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നൊരു ഒരു സംരംഭമാണ് യമു കൃഷി അല്ലേ. കാരണം യമുവിൻ്റെ മുട്ട കഴിക്കുന്നുണ്ട്, അതിൻ്റെ ഇറച്ചി കഴിക്കുന്നുണ്ട്, അതുപോലെ വൈറ്റ് പെക്കിൻ പോലുള്ള ബേർഡ്സ് അല്ലേ. അപ്പോൾ അങ്ങനെ അതുപോലെ ഗിനി ഫൗൾ എന്ന് പറഞ്ഞൊരു ഒരു ബേർഡ് ഉണ്ട്, നിങ്ങൾക്ക് ഒരു പക്ഷേ കണ്ടാവും. ഇതേപോലെ ഏകദേശം ഇതുപോലല്ല, നല്ല പുള്ളിയുള്ളൊരു കോഴി, ഗിനി ഫൗൾ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ ഫൗൾസിനെ, അതായത് നമ്മൾ മുട്ട കഴിക്കുകയും അല്ലെങ്കിൽ മുട്ട കഴിക്കാൻ വേണ്ടി വളർത്തുകയും അല്ലെങ്കിൽ അതിൻ്റെ മീറ്റ് കഴിക്കാൻ വേണ്ടി വളർത്തി കഴിഞ്ഞാൽ അതിനെ നമുക്കൊന്ന് വിളിക്കാം പൗൾട്രി എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത മറ്റൊരു ബേർഡാണ് എന്ത്? പീജിയൺ എന്ന് പറയുമ്പോഴത്തേക്കും കാട്ടുപ്രാവുണ്ട്, നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത നല്ല കളറൊക്കെ ഉള്ള പ്രാവുണ്ട്. പക്ഷേ അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റത്തില്ല? പൗൾട്രി എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഓക്കെ. അതുപോലെ ലവ് ബേർഡ്സ് തുറന്നു വിട്ടാൽ അത് ജീവിക്കില്ല, കാരണം അത് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യപ്പെട്ടൊരു ബേർഡാണ് ലവ് ബേർഡ്സ്. പക്ഷേ ദാറ്റ്സ് നോട്ട് പൗൾട്രി. ഓക്കെ, അതാണ് പൗൾട്രി എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ. നോക്കൂ, ഓർണമെന്റൽ ബേർഡ്സ് ഡസൻറ്റ് കം അണ്ടർ ദിസ് കാറ്റഗറി അല്ലേ. ഈ ഒരു കാറ്റഗറിയിൽ ഓർണമെന്റൽ ബേർഡ്സ് വരുന്നില്ല. നോക്കാം മറ്റ് ചില സ്ഥലങ്ങളിൽ എന്തൊക്കെയാണ്, യമു, ഓസ്ട്രിച്ച് പോലുള്ള ബേർഡ്സിനെ വരെ എന്തായിട്ട് പൗൾട്രി ആയിട്ട് പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലും പൗൾട്രി ആയിട്ട് തന്നെ കൂട്ടുന്നത് കേട്ടോ. കാരണം യമു, അതുപോലെ ഓസ്ട്രിച്ച്, ഇത് നമ്മൾ നോൺ ബോർഡറിൽ പോയിന്റാണ്. നോൺ ബോർഡർ ബേസിക്കലി USA ബേസ്ഡാണ്, അറിയാമല്ലോ. നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞ നമുക്ക് കണക്കെടുക്കുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ലൈഫ് സ്റ്റോക്ക് സെൻസസ് പോലെയുള്ള സംഗതികൾ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ യമുവിനെയും അതേപോലെ ഈ പറഞ്ഞ ഓസ്ട്രിച്ചിനെയും പൗൾട്രിയുടെ ഗണത്തിൽ തന്നെ പെടുത്തിയാണ് കണക്കെടുക്കുന്നത് കേട്ടോ. ലൈഫ് സ്റ്റോക്ക് സെൻസസ് കൂട്ടിയാണ് എടുക്കുന്നത്. ഓക്കെ, നോക്കാം. ഓഫ് ദീസ്, ഇതിനകത്ത് ചിക്കൻ ആൻഡ് ടർക്കി ആർ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ ദെയർ മീറ്റ് പർപ്പസ്. ഏറ്റവും കൂടുതൽ മീറ്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത് ചിക്കനും അതുപോലെ ടർക്കിയാണ്. ടർക്കി എന്ന് പറയുമ്പോൾ മുട്ടയ്ക്ക് വേണ്ടി ആരും ഉപയോഗിക്കാറില്ല. ടർക്കി എന്ന് പറയുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് എന്തിനു വേണ്ടിയാണ്? കാരണം ഒരു 13 കിലോഗ്രാം വരെ ഒക്കെ വെയിറ്റ് വരുന്ന ബ്രോഡ് ബ്രസ്റ്റഡ് ബ്രോൺസ് എന്ന് പറയുന്ന ടർക്കിയൊക്കെ ഉണ്ട്. 13 കിലോഗ്രാം വരെ വെയിറ്റ് നമുക്കൊന്ന് തങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അല്ലേ. മിനിമം ഒരു 4.5 കിലോ ഒക്കെയാണ് ഇതിൻ്റെ ബ്രോഡ് ബ്രസ്റ്റഡ് ബ്രോൺസ്. അല്ലെങ്കിൽ വേറെ പല ബ്രീഡ്സ് ഉണ്ട്, ഒരുപാട് ബ്രീഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ ബ്രീഡ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4.5 കിലോയൊക്കെ അതിൻ്റെ ഫീമെയിൽ ബേർഡ് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ രണ്ട് സാധനങ്ങൾ എന്തൊക്കെയാണ്? ടർക്കിയും അതേപോലെ ചിക്കനുമാണ് പ്രധാനമായിട്ടും മീറ്റ് പർപ്പസിന് വേണ്ടി സാധാരണ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ സാധനം ഇതും ഏതാണ് നമ്മുടെ വാത്ത എന്ന് പറയുന്ന ഗീസ്, അതും മീറ്റ് പർപ്പസിന് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, എന്നാൽ ഇതൊക്കെ ബാക്കി എല്ലാം ഉപയോഗിക്കുന്നുണ്ടോ? എല്ലാം മീറ്റ് പർപ്പസിന് മീറ്റ് കഴിക്കുന്നുണ്ട് നമ്മൾ അതിൻ്റെ എല്ലാം, പക്ഷേ എക്സ്ക്ലൂസീവ്ലി ഫോർ മീറ്റ് പർപ്പസ് എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ കൊയിലിന് വേറൊരു പ്രത്യേകത കേട്ടോ. കൊയിലിനെ സംബന്ധിച്ച് ആണിനെ പെണ്ണിനെ തിരിച്ചറിയൊരു മാർഗ്ഗമുണ്ട്. രസകരമായ കാര്യമാണ്. കാര്യം വേറെ ഏത് ബേർഡ്സ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആണ് വലുതും പെണ്ണ് ചെറുതുമായിരിക്കും. കൊയിലിന് നേരെ തിരിച്ചാണ്, ആണ് ചെറുതും പെണ്ണ് വലുതാണ് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇമ്പോർട്ടൻസ് ഓഫ് പൗൾട്രി ഫാമിംഗ്. പൗൾട്രി ഫാമിങ്ങിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് ആ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഭക്ഷ്യ സുരക്ഷ, അത് തന്നെയാണ് നമ്മുടെ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട പോയിന്റ് അല്ലേ. പണ്ട് കാലത്ത് ശരിക്കും പറഞ്ഞാൽ എൻ്റെയൊക്കെ കൊച്ചുനാളിൽ, നിങ്ങൾക്ക് ഒരു 38 വയസ്സൊക്കെ ആയ ആളാണെങ്കിൽ നിങ്ങളുടെ കൊച്ചുനാൾ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എൻ്റെ കൊച്ചുനാളിൽ നമ്മൾ ഇറച്ചി കഴിക്കുന്നത് എപ്പോഴാണ്? ഒന്നുകിൽ ഏതെങ്കിലും കല്യാണത്തിൻ്റെ മറുവീട് കഴിഞ്ഞിട്ട്, ഒരു കഷ്ണം ചിലപ്പോൾ കിട്ടിയാലേ ഇല്ലെങ്കിലായി. കല്യാണത്തിന് മറുവീട് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അതുപോലെ അല്ലെങ്കിൽ ഈ മരണാനന്തര ശേഷമുള്ള ഒരു പ്രോഗ്രാമുണ്ട്, കുളി കഴിഞ്ഞിട്ടുള്ള ഒരു ചോറൂണ്. അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ആ വീട്ടിൽ വളർത്തുകയോ അല്ലെങ്കിൽ അടുത്തുള്ള 1-2 വീട്ടിൽ നിന്നൊക്കെ 2-3 കോഴിയൊക്കെ മേടിച്ച് കൊന്ന് കറി വെക്കും. ഇതൊക്കെയാണ് പരിപാടി, പണ്ടത്തെ പരിപാടി, നമ്മുടെയൊക്കെ കുഞ്ഞുനാളിലെ. അപ്പോൾ അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ എന്ത് കഴിച്ചിട്ടുള്ളൂ? ഈ മീറ്റ് കഴിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ ബേസിക്കലി നമ്മുടെ ഈ പറഞ്ഞ പൗൾട്രി ഫാമിംഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ഇറച്ചിക്കോഴി വളർത്തൽ എന്ന് പറയുന്ന സംഭവം നമ്മുടെ നാട്ടിലേക്ക് വന്നതിന് ശേഷമാണ് നമുക്ക് എല്ലാവർക്കും വളരെ ആക്സസിബിൾ ആയിട്ടല്ലേ ഒരു കോഴി ഇറച്ചി, പലപ്പോഴും ഫിഷിനേക്കാളും വളരെ ചീപ്പായിട്ട് നമുക്ക് എന്ത് കിട്ടും? കോഴി ഇറച്ചി കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കാരണം ഇപ്പോൾ പോയി വില ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഫിഷിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോഴി ഇറച്ചിക്ക് വില കൂടിയേക്കാൻ കാരണം എന്ന് പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും ജൂൺ മാസം ആയതുകൊണ്ട് തന്നെ ട്രോളിംഗ് നിരോധനം ഉള്ളതുകൊണ്ടൊക്കെയാണല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും പൗൾട്രി ഫാമിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. എ റിമാർക്കബിൾ അച്ചീവ്മെന്റ് ഇൻ പൗൾട്രി ഫാമിംഗ് ഈസ് ദാറ്റ് വിത്ത് അഡ്വാൻസ്ഡ് ടെക്നോളജി ഇറ്റ് ഈസ് കോമൺ ടു റൈസ് എ 2.3 kg അല്ലെങ്കിൽ 5 പൗണ്ട് വെയിറ്റുള്ള ബ്രോയിലിനെ വളർത്താൻ നമുക്ക് എത്ര? 6 ആഴ്ച മതി. ഇത് തന്നെയാണ് നമ്മുടെ പാവപ്പെട്ട കോഴിയുടെ മുകളിൽ കെട്ടിവയ്ക്കപ്പെടുന്ന ഏറ്റവും വലിയ ദുരാരോപണം അല്ലേ. അല്ലേടാ, എന്തൊക്കെയാണ് ആരോപണങ്ങൾ?
നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഈ ആരോപണങ്ങളൊന്നും ശരിയല്ല മാമാ എന്ന്. വാട്സാപ്പ് കണ്ടിട്ട് നമ്മളടുത്ത് ഇറച്ചിക്കോഴിയൊന്നും കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ ഇറച്ചിക്കോഴി കഴിക്കേ, അങ്ങനെ കോഴി കഴിക്കാൻ പാടില്ല. എന്താ അപ്പൊ പ്രശ്നം എന്ന് ചോദിച്ചാൽ പറയും എന്താണ്, നമ്മുടെയൊക്കെ നാട്ടിൽ സാധാരണ കോഴി ഉണ്ടല്ലോ, ആ കോഴിയൊക്കെ 2-2.5 കിലോ ആവണമെന്നുണ്ടെങ്കിൽ 1 വർഷം എടുക്കും, അല്ലെങ്കിൽ 6 മാസം എടുക്കും. ഇത് നോക്ക്, 6 ആഴ്ച അല്ലെങ്കിൽ 1.5 മാസം കൊണ്ട് 2.5 കിലോ തന്നെ. എങ്ങനെ ഇതിങ്ങനെ വളരണേ? മരുന്ന് കുത്തി വെച്ചിട്ട് തന്നെ അല്ലേ നമ്മളെങ്ങനെ പഠിപ്പിക്കും. കേശവമാമർ നമ്മളെങ്ങനെ പഠിപ്പിച്ചു തരും അല്ലേ? മരുന്ന് കുത്തി വെച്ച് അല്ലെങ്കിൽ ഹോർമോൺ കുത്തി വെച്ചിട്ട് അതിങ്ങനെ വളരണേ. അപ്പോൾ അത് കൊടുത്താൽ നമ്മളെ കുട്ടികൾ പെട്ടെന്ന് എന്താവും, പ്രായപൂർത്തിയാവും. ഇപ്പോൾ തന്നെ നോക്ക്, നിങ്ങളൊക്കെ പ്രായപൂർത്തിയായത് 16ാമത്തെ വയസ്സിലല്ലേ, ഇപ്പോഴുള്ള കുട്ടികൾ 10 വയസ്സിൽ പ്രായപൂർത്തിയാവും. അതെങ്ങനെ സംഭവിക്കുന്നത്? ഇത് കഴിച്ചിട്ടാന്നൊക്കെ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ പൊതുവെയുള്ള വാട്സാപ്പ് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച് ചെയ്യുന്ന പുതിയ കുറേ ശാസ്ത്രങ്ങളല്ലേ. എന്തായാലും ഇത് നമ്മൾ ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇങ്ങനെ? ഞാൻ ചോദിക്കട്ടെ, ഗ്രോത്ത് ഹോർമോൺ സാധനം ഉണ്ടോ? ഉണ്ട്. ഗ്രോത്ത് ഹോർമോണിന് 1 ഗ്രാമിന് എന്ത് വില വരും? അന്വേഷിക്കണം കേട്ടോ. ഓക്കെ, പോട്ടെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. മറ്റൊരു ചോദ്യം, ഒരു പശുവിൻ്റെ കുട്ടിക്ക് കുടിക്കാൻ എത്ര പാല് വേണം? വളരെ സിമ്പിളായ ചോദ്യമാണ്. ഒരു പശുവിൻ്റെ കുട്ടിക്ക് വളരാൻ എത്ര പാല് വേണം? പിറന്നു വീഴുമ്പോൾ അതിൻ്റെ ശരീരഭാരത്തിൻ്റെ ഏകദേശം 10% പാല് മതി. 15 കിലോ ഉള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ 1.5 ലിറ്റർ പാല് രാവിലെയും 1 ലിറ്റർ പാല് വൈകുന്നേരവും ഇത്രയും കൊടുത്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബയോളജിക്കലി ഈ പറഞ്ഞ ഒരു അനിമലിൻ്റെ മദറിന്, ഒരു പശുവിന് എത്ര പാൽ ഉണ്ടാകണം? 3 ലിറ്റർ പാലുണ്ടായാൽ മതി, അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 5 ലിറ്റർ. അതിൽ കൂടുതലുണ്ടായാൽ എന്താ കുഴപ്പം? ആ പാല് കുടിക്കാൻ എന്തിന് ശേഷിയില്ലാതെ വരും? ആ കുട്ടിക്ക് കഴിയാതെ വരും, അല്ലെങ്കിൽ അമിതമായി പാല് കുടിച്ച് ആ കുട്ടിയുടെ ഹെൽത്ത് വീക്കാവും, അല്ലെങ്കിൽ കുടിക്കാൻ പറ്റാതെ വന്നത് അകിട് വീക്കം വന്നത് നശിച്ചു പോകും, മരിച്ചു പോകും. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷേ നമ്മുടെ പശുക്കൾ 20-30 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നു. എന്തിന്? ഒരു കുട്ടിക്ക് കൊടുക്കാനോ? അല്ല. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അതങ്ങനെ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എപ്പോഴും നിലവിൽ എന്താണ്, നമുക്ക് ആഹാരം ആവശ്യമാണ്. അപ്പോൾ ആഹാരം എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാമെന്നുള്ള മനുഷ്യൻ്റെ ഒരുപാട് കാലങ്ങളിലെ റിസർച്ചിൻ്റെ ഫലമാണ് മക്കളെ നമ്മൾ ഇന്ന് കാണുന്ന ഇത്തരത്തിൽ അത്യുൽപാദന ശേഷിയുള്ള പശുക്കൾ എന്ന് പറഞ്ഞാൽ. കാരണം എന്താ? സെലക്റ്റീവ് ബ്രീഡിങ് വഴി അല്ലേ, കൂടുതൽ പാല് കിട്ടുന്ന കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്ത് അവയെ വെച്ച് ബ്രീഡ് ചെയ്ത് കുറച്ചധികം തലമുറകളിലേക്ക് ഈ പാല് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ഇൻഹെറിറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലുള്ള എന്തിനെ കിട്ടും? പശുവിനെ കിട്ടും. ഇത് മാത്രമേ ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക, മനുഷ്യൻ ഏറ്റവും ആദ്യം ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത അനിമൽ ഏതാണെന്ന് അറിയാവുന്ന നിങ്ങൾക്ക്? ഏതായിരിക്കും എന്ന് ആലോചിച്ച് നോക്ക്. പട്ടിയാണ് കേട്ടോ, പട്ടിയാണ്. ഹിസ്റ്ററി അല്ല, ഈസ് ആക്ച്വലി പ്രീ ഹിസ്റ്റോറിക് ഡാറ്റ. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ പ്രീ ഹിസ്റ്റോറിക് ഡാറ്റാസ് പരിശോധിച്ച് കഴിഞ്ഞാൽ പട്ടിയുടെ ചിത്രങ്ങൾ ഏറ്റവും പഴക്കമുള്ള ചിത്രങ്ങൾ, അതായത് ഗുഹാമുഖത്ത് ഭക്ഷണത്തിൻ്റെ എലിനായി കാത്തുനിന്ന പട്ടിയുടെ ചിത്രങ്ങളാണ് ഏറ്റവും പഴക്കമുള്ള ചിത്രങ്ങൾ. അപ്പോൾ നോക്ക്, എങ്ങനെ ഈ പട്ടി അല്ലെങ്കിൽ ഈ ഡോഗ് ഈ നായ എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം നമ്മളിലേക്ക് വന്നത് എന്താണ്? അതൊരു ചെന്നായ ആയിരുന്നു അല്ലേ? ചെന്നായയുടെ പിന്മുറക്കാരാണ് പട്ടികൾ അല്ലേ? അതൊരു ചെന്നായ, ഏതോ ഒരു പർട്ടിക്കുലർ രൂപത്തിൽ ചെന്നായ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളതിനെ ഏതൊക്കെ രൂപത്തിലാക്കി? പഗ് എന്നെങ്കിലും ഒരു കാട്ടിലുണ്ടായി വരാൻ സാധ്യതയുള്ള സാധനമാണോ പഗ് എന്ന് പറയുന്ന ബ്രീഡ്? അല്ല, അതൊരു ബ്രീഡാണ്. അത് ബ്രീഡ് ചെയ്തുണ്ടാക്കിയതാണ്. എങ്ങനെ? കൃത്രിമമായിട്ടല്ല. അതായത് ഇത്രയേ ഉള്ളൂ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ബ്രീഡിങ് അല്ലേ. അതായത് മൂക്ക് ചപ്പിയിട്ടുള്ള പട്ടികളെ മാത്രം സെലക്ട് ചെയ്ത് ബ്രീഡ് ചെയ്തപ്പോഴത്തേക്കും മൂക്ക് കൂടുതൽ ചപ്പിയ പട്ടികളെ കിട്ടി. ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. അതുപോലെ ഓരോ അതിൻ്റെ ഹെയർ കോട്ട്, അതുപോലെ രോമം നീളമുള്ള പട്ടികളെ മാത്രം ബ്രീഡ് ചെയ്ത്, അങ്ങനെയാണ് ഓരോ ബ്രീഡിൽ ആസപ്സ പോലുള്ള ബ്രീഡ്സ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മനസ്സിലാക്കുക. അല്ല, ഇതൊന്നും കൃത്രിമമായി സൃഷ്ടിച്ചെടുത്തതോ നാച്ചുറലി ഉണ്ടായി വന്നതോ അല്ല. നമുക്ക് ഈ പറഞ്ഞ മ്യൂട്ടേഷനിൽ മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റും? മ്യൂട്ടേഷനിലും ഉൽപ്പരിവർത്തനത്തിലും പ്രകൃതി നിർദ്ധാരണത്തിലും മനുഷ്യന് ചെറുതായിട്ട് കൈകടത്തി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ജീവിവർഗങ്ങളെ, പ്രത്യേക ബ്രീഡുകളെ വികസിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞു വന്നതെല്ലാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ബ്രീഡാണെന്ന് മാത്രമേ ഉള്ളൂ ഇത് കേട്ടോ. ഞാൻ ചോദിക്കട്ടെ, മറ്റൊരു ചോദ്യമുണ്ട്. ഈ പറഞ്ഞ സമയം കഴിഞ്ഞാൽ ഇതിന് എന്ത് സംഭവിക്കുമെന്ന്? 6 ആഴ്ച കാലം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന് നടക്കാൻ വയ്യാതെ അത് വീണ് മരിച്ചു പോകും എന്നൊക്കെയാണ് പലരും തട്ടി വിടുന്നത്. അങ്ങനെയൊന്നും അല്ല. കാരണം എന്നറിയാവോ, നിങ്ങൾ ഇതിൻ്റെ മുട്ട ഉണ്ടാവണമെങ്കിൽ ഇതിൻ്റെ പാരന്റ് സ്റ്റോക്ക് വേണ്ടേ മക്കളെ? പാരന്റ് സ്റ്റോക്ക് വേണം അല്ലേ? ഇതിന് പാരന്റ് സ്റ്റോക്ക് വേണം. പാരന്റ് സ്റ്റോക്ക് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. പാരന്റ് സ്റ്റോക്കിനെ വളർന്ന ഫാമിൽ പോയി നോക്കണം ഓരോന്നിൻ്റെ സൈസ് എത്രയാണെന്ന്. ആണിൻ്റെയും പെണ്ണിൻ്റെയും സൈസ് എത്രയാണെന്ന് നോക്കണം. നല്ല സൈസുള്ള ബേർഡ്സാണ് മക്കളെ കേട്ടോ. അപ്പോൾ നോക്ക്, ഇമ്പോർട്ടൻസ് ഓഫ് പൗൾട്രി ഫാമിങ്ങിലേ വരുന്ന നമ്മളല്ലേ. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു പക്ഷേ എന്നെങ്കിലും അടിസ്ഥാനമില്ലാതെ ഉണ്ടായിരുന്ന ചെറിയൊരു തോട്ടുണ്ടായിരുന്നു, അത് പോയി എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ നിങ്ങൾ ഇനി പറഞ്ഞു കൊടുക്കണം കേട്ടോ, ഇത് അത്ര മോശപ്പെട്ട കാര്യമൊന്നും അല്ല. പക്ഷേ ഞാൻ പറയുന്നു പലപ്പോഴും ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കത് ദോഷത്തിൽ വരാൻ സാധ്യതയുണ്ട്. ആൻറ്റിബയോട്ടിക് ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലാതില്ല. അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ്. അതായത് നമുക്കിപ്പോൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ, ഒരു പെർട്ടിക്കുലർ ബാക്ടീരിയ നമ്മുടെ ശരീരത്തെ ബാധിച്ചു, നമുക്ക് ന്യൂമോണിയ വന്നു വെച്ചോളൂ. ആ ന്യൂമോണിയ വന്നു, നമ്മൾ ബാക്ടീരിയ ഐസൊലേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ കൾച്ചറൽ സെൻസിറ്റിവിറ്റി നടത്തുമ്പോഴത്തേക്കും അതിൽ ഒരു ഡിസ്കിലും കൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ കുറേ ഡിസ്ക് വെച്ച് ആൻറ്റിബയോട്ടിക് ഡിസ്ക് വെച്ചേക്കും, അതിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യും, ബാക്ടീരിയാസ് ഇങ്ങനെ ചേർന്ന് വളരും. കാരണം മരുന്നൊന്നും ഏൽക്കാത്ത സാഹചര്യം ഉണ്ടാവും. കാര്യം നമ്മൾ സ്ലോ ആയിട്ട് കുറേശ്ശെ ആൻറ്റിബയോട്ടിക് സ്ഥിരമായിട്ട് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ മാനവരാശിയുടെ കുറേ ജീവികളുടെ ശരീരത്തിൽ ചെയ്യുന്നുകൊണ്ടിരുന്നാൽ അവിടെ ഉള്ള അല്ലെങ്കിൽ നമ്മുടെ ഇൻഹാബിറ്റൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഓർഗാനിസംസ് എന്ത് സംഭവിക്കും, അത് മ്യൂട്ടേറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു ലോങ് ടേമിൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് നമ്മുടെ ഈ പറഞ്ഞ ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അത് പൊതുവേ ഇത്തരത്തിലുള്ള നമ്മുടെ ഈ മീറ്റ് ഇൻഡസ്ട്രി ആയാലും മിൽക്ക് ഇൻഡസ്ട്രി ആയാലും ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത ഉപയോഗം റെസ്ട്രിക്റ്റ് ചെയ്യണം. അതാണ് ഇപ്പോൾ എന്തെങ്കിലും നമുക്കതിനകത്തൊരു ഇത് പറയാനുണ്ടെങ്കിൽ. ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. വളരെ ഗുഡ് ക്വാളിറ്റി മീറ്റാണ്, പ്രത്യേകിച്ച് ലീൻ മീറ്റാണ് അല്ലേ. നമുക്ക് ഡീ സ്കിൻ ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് പേഷ്യൻസിന് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന മീറ്റാണ് ചിക്കൻ്റെ മീറ്റ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കാം. എ റിമാർക്കബിൾ അച്ചീവ്മെന്റ് ഇൻ പൗൾട്രി ഫാമിംഗ് ഈസ് ദാറ്റ് വിത്ത് അഡ്വാൻസ് ടെക്നോളജി ഇറ്റ് ഈസ് കോമൺ ടു റൈസ് എ 2.3 കിലോഗ്രാം അല്ലെങ്കിൽ 5 പൗണ്ടുള്ള ഒരു ബ്രോയിലറിനെ നമുക്ക് 6 ആഴ്ച കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും അല്ലേ. വിത്ത് എ ഫീഡ് കൺവേർഷൻ ഓഫ് 1.8 kg ഓഫ് ഫീഡ് പെർ കിലോഗ്രാം ഓഫ് ബേഡ്. അതായത് 1 കിലോഗ്രാം പൗൾട്രി മീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എത്ര കിലോഗ്രാം ഫീഡ് മതി മക്കളെ? 1.8 കിലോഗ്രാം ഫീഡ് മതി. നല്ലൊരു കൺവേർഷൻ റേഷ്യോ ആണ് അല്ലേ, നല്ലൊരു കൺവേർഷൻ റേഷ്യോ ആണ്. ഇതിനേക്കാളും ഫീഡ് കൺവേർഷൻ റേഷ്യോ ഉള്ള ഒരു അനിമൽ ഉണ്ട്, അത് പിഗ് ആണ് കേട്ടോ, പിഗ് ആണ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ ഡ്രസ്സിങ് പെർസെൻറ്റേജ് ഉള്ള അനിമൽ ഏതെന്ന് ചോദിച്ചാലും അതും എന്താണ്, പിഗ് ആണ് ഏറ്റവും കൂടുതൽ ഡ്രസ്സിങ് പെർസെൻറ്റേജ് ഉള്ള അനിമൽ. ഓക്കെ, നമ്മുടെ പൗൾട്രിയുടെ ഡ്രസ്സിങ് പെർസെൻറ്റേജ് എത്രയാണ്? 60% കേട്ടോ. അതായത് നമ്മൾ ഏകദേശം 1 കിലോഗ്രാം ഉള്ള പൗൾട്രി നമ്മൾ കട്ട് കഴിഞ്ഞാൽ 600 ഗ്രാമാണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്, മീറ്റ് കിട്ടണം. അതിന് ഡ്രസ്സിങ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. പിഗ് ഏകദേശം നിയർലി എനിക്ക് തോന്നുന്നു 80% ആ റേഞ്ച് ഉണ്ട്. കാരണം പിഗിൻ്റെ സ്കിന്ന് വരെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്, എഡിബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു വന്നത് 1.8 കിലോഗ്രാം അല്ലേ, 1.8 കിലോഗ്രാം തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 കിലോഗ്രാം എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, എന്താ നമ്മുടെ പൗൾട്രിയുടെ മീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് എ വെരി ഗുഡ് ഡീൽ അല്ലേ. അതുപോലെ ഇൻ അതർ വേർഡ്സ് 2.3 കിലോഗ്രാം ബ്രോയിലർ ഈസ് റേസ്ഡ് ഫ്രം എ ചിക്ക് ഓൺ ജസ്റ്റ് അബൌട്ട് 4.1 കിലോഗ്രാം ഓഫ് ഫീഡ്. ഒരു ചിക്കൻ 2.3 കിലോഗ്രാം ഭാരമാകാൻ വേണ്ടി നമുക്ക് വേണ്ടത് 4.1 കിലോഗ്രാം തീറ്റ മാത്രമാണ് എന്നുള്ളതാണ്. ഇത് വളരെ 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 ക്രിട്ടിക്കലായിട്ടുള്ള കണക്കാണ്. കാരണം ഇതിനകത്തൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒത്തിരി അങ്ങോട്ട് മാറിപ്പോയാൽ നമ്മൾ ഈ പൗൾട്രി ഫാമിംഗ് നഷ്ടത്തിൽ വരും കേട്ടോ. വളരെ ക്രിട്ടിക്കലായ കണക്കാണ്. നോക്കാം. ദിസ് ഈസ് വൺ റീസൺ വൈ ചിക്കൻ മേ ബി പർച്ചേസ്ഡ് അറ്റ് എ ലോവർ പ്രൈസ് ഓൺ ആൻ എഡിബിൾ വെയിറ്റ് ബേസിസ് അല്ലേ. നമുക്ക് കഴിക്കാൻ പറ്റുന്ന വെയിറ്റ് എഡിബിൾ വെയിറ്റ് ബേസിൽ നോക്കുമ്പോഴത്തേക്കും മറ്റ് പല സാധനങ്ങളെക്കാളും ലോവർ പ്രൈസാണ് ചിക്കന്. അതിൻ്റെ കാരണം ഇതാണ്, നമുക്ക് ഇത്രയും നല്ലൊരു കൺവേർഷൻ റേഷ്യോ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മുടെ പൗൾട്രി ഫാമിങ്ങിൻ്റെ എന്താ പറയുന്നത് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട ഈ ഒരു കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. 1.8 കിലോഗ്രാം തീറ്റ കൊടുത്താൽ നമുക്ക് 1 കിലോഗ്രാം ചിക്കൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ കാര്യം നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കാം. പ്രധാനമായിട്ടും നമ്മുടെ നോമൻ പോർട്ടറിലും അതുപോലെ നമ്മുടെ ബി ശ്രീലക്ഷ്മി ബുക്കിലും ഈ കാര്യങ്ങൾ ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലിംഗ് വരുന്നത് നമ്മുടെ ശ്രീലക്ഷ്മി ബുക്കിലാണ് കേട്ടോ. നോക്കാം. അപ്പോൾ മാർക്കറ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഏജ് ആൻഡ് ലൈവ് വെയിറ്റ്. പ്രധാനമായിട്ടും ഇതിനകത്ത് എപ്പോഴും മാറ്റേഴ്സ് എന്താണ്, ഏജ് തന്നെയാണ് നോക്കുന്നത് കേട്ടോ. വെയിറ്റ് വലുതായിട്ട് നോക്കുന്നില്ല, പക്ഷേ ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ വെയിറ്റ് ആൾസോ. ഓക്കെ, നോക്കാം. പൗൾട്രി ഈസ് ക്ലാസിഫൈസ്ഡ് ഓൺ ദ ബേസ് ഓഫ് ഏജ് അല്ലേ. പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ പൗൾട്രിക്ക് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നോക്കാം. ഏജ് ഇൻഫ്ലുവൻസസ് എന്തൊക്കെ? ടെൻഡർനെസ് അല്ലേ, മീറ്റിന്റെ ടെൻഡർനെസ്, അതിന്റെ മൃദുലത, അതുപോലെ ഫാറ്റ് കണ്ടന്റ് അല്ലേ, അതിനകത്ത് എത്രത്തോളം കൊഴുപ്പിന്റെ അംശമുണ്ട്, അതുപോലെ എന്താണ് കുക്കിംഗ് മെത്തേഡ്. എന്താ കുക്കിംഗ് മെത്തേഡ്? ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമ്മൾ എന്താണ് മുട്ടയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ചിക്കൻ ഒരു കോഴിയെ കൊണ്ടുപോയിട്ട്
നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഡ്രൈ ആയിരിക്കും അല്ലേ കഴിക്കാനായിട്ട്. അത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ വേവണമെന്നുമില്ല. അങ്ങനെയുള്ള സാധനം നമ്മൾ സിമ്മർ ചെയ്ത് സ്റ്റ്യൂ ഒക്കെ ആക്കി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് അല്ലേ. അപ്പം നമുക്ക് കുക്കിംഗ് മെത്തേഡ് ആൾസോ എന്താ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ബ്രോയിലർ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും, അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. വളരെ വേഗം നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. വളരെ ചെറിയ ഒരു തീയിൽ നമുക്കത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതെന്തൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? ടെൻഡർനെസ് ഓഫ് മീറ്റ് അല്ലേ, അതുപോലെ ആ മീറ്റിലുള്ള ഫാറ്റ് കണ്ടന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതുപോലെ എന്താണ് കുക്കിംഗ് മെത്തേഡിനെയും എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? ഏജ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ബ്രോയിലർ ഓർ ഫ്രയർ ആണ്. അതിന് മുന്നേ ചിക്ക് അങ്ങനെ കുറച്ച് ടേംസ് എല്ലാം ഉണ്ട്, അതൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കഴിക്കാൻ തുടങ്ങുന്ന സമയം തൊട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. അത് മാത്രമേ പുസ്തകത്തിലുള്ളൂ. അപ്പം നോക്കാം, ബ്രോയിലർ ഓർ ഫ്രയർ. ബ്രോയിലർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, വെള്ളക്കോഴി എല്ലാം ബ്രോയിലർ എന്ന വിചാരം, വെള്ളക്കോഴി വൈറ്റ് ലഗോൺ കോഴി എല്ലാം ബ്രോയിലർ എന്ന വിചാരം. അങ്ങനെ അല്ല കേട്ടോ. വൈറ്റ് ലഗോൺ എന്ന് പറയുമ്പോൾ അത് ബ്രോയിലർ ചിക്കൻ അല്ല, അങ്ങനെ വിചാരിക്കരുതേ. വൈറ്റ് ലഗോൺ എന്ന് പറഞ്ഞാൽ മുട്ടക്കോഴിയാണ്. നമ്മുടെ കാണുന്ന ചെറിയ വെള്ള മുട്ടയില്ലേ, ആ വെള്ള മുട്ട ഇടുന്ന കോഴിയാണ് വൈറ്റ് ലഗോൺ. വൈറ്റ് ലഗോണിൻ്റെ ക്രോസുകളാണ് നമ്മുടെ നാമക്കല്ല് പോലെയുള്ള തമിഴ്നാട്ടിലെ സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം എന്താ പറയുക, 280-ലേറെ മുട്ടകളൊക്കെ ഇപ്പോൾ ഇടും ഓരോ വർഷത്തിലും. 300 അടുപ്പിച്ചൊക്കെ ഇടുന്ന, 300-ന് മുകളിലിടുന്ന ബേർഡ്സ് ഉണ്ട്. ഡെയിലി ഒരു മുട്ട വെച്ചൊക്കെ ഇടുന്ന ബേർഡ്സ് ഉണ്ട്. ഭയങ്കര ലാഭമാണ്. കാരണം വളരെ മിനിമൽ കോസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുട്ട ഉൽപ്പാദനം വർദ്ധിക്കാൻ പറ്റും. അപ്പോൾ ഈ വെള്ള കണ്ട് വൈറ്റ് ലഗോൺ തെറ്റിദ്ധരിക്കരുത്. ഇത് വേറെ ബ്രീഡൊന്നും കൂടെ പഠിക്കാനില്ല കേട്ടോ. വാട്ടെവർ, നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്രോയിലർ എന്ന് പറയുമ്പോൾ വെള്ളക്കോഴി എന്നല്ല എൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എത്രയേ ഉള്ളൂ, ചിക്കൻ ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ മീറ്റ് പർപ്പസ്. നമുക്ക് ശ്രദ്ധിക്കണം, ചിക്കൻ എങ്ങനെ മീറ്റ് പർപ്പസിന് ഉപയോഗിക്കുന്നത്. അതുപോലെ എങ്ങനെ 8 to 10 weeks ഓഫ് ഏജ് ഐദർ സെക്സ്, ആണാകാം പെണ്ണാകാം അല്ലേ. 8 മുതൽ 10 ആഴ്ച കാലയളവിനിടയിലുള്ള ബേർഡ്സ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് എന്തൊക്കെ പ്രത്യേകത ഉണ്ടായിരിക്കണം? ദാറ്റ് ഷുഡ് ഹാവ് എ ടെൻഡർ മീറ്റ്സ് അല്ലേ. മീറ്റ് എന്തായിരിക്കണം, ടെൻഡർ ആയിട്ടുള്ള മീറ്റ് ആയിരിക്കണം. അതായത് നമ്മളിപ്പോൾ ബ്രോയിലർ ചിക്കൻ മേടിച്ചിട്ട് ഒന്ന് കൈകൊണ്ട് ഞെരിച്ചാൽ തന്നെ അതിങ്ങനെ എന്താണ് അല്ലേ, അത്രയും ടെൻഡറാണ് ആ മീറ്റ് എന്ന് പറയുന്നത്. അതുപോലെ വിത്ത് എ സോഫ്റ്റ് പ്ലിയബിൾ സ്മൂത്ത് ടെക്സ്ചേർഡ് സ്കിൻ ആൻഡ് ഫ്ലെക്സിബിൾ ബ്രസ്റ്റ് ബോൺ കാർട്ടിലേജ് അല്ലേ. അപ്പോൾ നോക്കുക, എന്താണ് അതിൻ്റെ സ്കിന്ന്. നമ്മളിപ്പോൾ ഈ ചിക്കനെ വൃത്തിയാക്കുന്ന നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. കാരണം അവരാദ്യം ബ്ലീഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ആ ഹെഡും ഇതെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ കഴുത്തിനൊഴിപ്പിച്ച് ഒറ്റ പിടുത്തമാണ്, ഉടുപ്പ് ഊരുന്ന പോലെ ഊരിഞ്ഞ് പോരും അല്ലേ. അല്ലേ, എന്താണ് സോഫ്റ്റ് പ്ലിയബിൾ, അത്രേ ഉള്ളൂ. എന്താ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല മൃദുവായിട്ടുള്ളത്. പ്ലിയബിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ വന്നതിന് ശേഷം ഇങ്ങനെ തിരിച്ചു പോകും. അതാണ് അതിൻ്റെ പ്ലിയബിൾ എന്ന് പറഞ്ഞാൽ. നമ്മളെ ഒരു കുഞ്ഞിൻ്റെ ഒക്കെ ശരീരത്തിൽ നമ്മൾ ഇങ്ങനെ പിടിച്ച സ്കിന്ന് കിട്ടുമല്ലോ, തിരിച്ചു വിടുമ്പോൾ അങ്ങ് പോകത്തില്ല. അതാണ് ആ ഒരു സ്ട്രക്ചർ, ആണ് പ്ലിയബിൾ. സോഫ്റ്റ് പ്ലിയബിൾ ആയിട്ടുള്ള സ്മൂത്ത് ടെക്സ്ചേർഡ് സ്കിന്നായിരിക്കും അല്ലേ. ഇതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഡീ സ്കിൻ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അതാണ് ഒരു പ്രത്യേകത. എന്താണ്, ചിക്കൻ ഓഫ് 8 to 10 weeks ഓഫ് ഏജ് ഓഫ് ഐദർ സെക്സ്, ആണാകാം പെണ്ണാകാം, അതൊന്നുകൂടെ വിഷയമുള്ള കാര്യമല്ല. 8 മുതൽ 10 ആഴ്ച കാലയളവ് പ്രായമായിരിക്കണം. അതുപോലെ എന്താണ്, മീറ്റ് മസ്റ്റ് ബി ടെൻഡർ, അതായിരിക്കും ഉറപ്പാണ്. അതുപോലെ സ്കിൻ എങ്ങനെ, സോഫ്റ്റ് പ്ലിയബിൾ സ്മൂത്ത് ടെക്സ്ചേർഡ് സ്കിന്നായിരിക്കും. അതുപോലെ ഫ്ലെക്സിബിൾ ബ്രസ്റ്റ് ബോൺ കാർട്ടിലേജ്, ശ്രദ്ധിക്കൂ, എന്താണ് ബ്രസ്റ്റ് ബോൺ കാർട്ടിലേജ് വളരെ വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. എന്താണ് ബ്രസ്റ്റ് ബോൺ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബ്രസ്റ്റ് ബോൺ ഏതാ മക്കളെ? നമ്മുടെ ബ്രസ്റ്റ് ബോൺ സ്റ്റേണോ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സ്റ്റേണട്ടമി എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ അച്ഛനോ കൊച്ചച്ഛനോ ആരെങ്കിലും എന്താണ് കാർഡിയാക്ക് ആയിട്ടുള്ള എന്തെങ്കിലും സർജറിക്ക് വിധേയമായെങ്കിൽ അവർ സ്റ്റേണോട്ടമി വിധേയമായിട്ടുണ്ടാവും അല്ലേ. സ്റ്റേണോ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു പരന്ന സാധനമാണ്. അതിന് സമാനമായിട്ട്, ഏറെക്കുറെ സമാനമായിട്ട് ഒരു ബ്രസ്റ്റ് ബോൺ എവിടെ, ചിക്കൻ്റെ ഈ പറഞ്ഞ ബ്രസ്റ്റിൽ ഇരിപ്പുണ്ട്. നിങ്ങൾ ഇന്ന് പോയി ഒരു ഗ്രിൽഡ് ചിക്കൻ മേടിച്ചു കഴിഞ്ഞാൽ ആ ഗ്രിൽഡ് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസിലാണ് ഏറ്റവും കൂടുതൽ ഇറച്ചി ഉണ്ടാവുക. നമുക്കറിയാം. നമുക്ക് അത്ര ഇഷ്ടമല്ല അവിടെയുള്ള മീറ്റ് കഴിക്കാൻ. അതിൻ്റെ കാരണം എന്താ, ചിക്കൻ ബ്രസ്റ്റ് എന്ന് പറയുമ്പോൾ പൊതുവേ ലീനാണ്. കാരണം അതിനകത്ത് എന്താണ്, ഫാറ്റിൻ്റെ കണ്ടൻറ്റ് കുറവാണ്. അത് ലെഗ് പീസ് ആകുമ്പോഴത്തേക്ക് അതിനകത്ത് ഫാറ്റ് കണ്ടൻറ്റ് കുറച്ചുകൂടെ കൂടുതലാവുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും കഴിക്കാൻ, നല്ല ടേസ്റ്റി ആയിരിക്കും. ഇത് പൊതുവെ പലർക്കും ഇഷ്ടമല്ല. പക്ഷേ ഇത് നമ്മളിങ്ങനെ കഴിച്ച് അകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും അതിനകത്തൊരു കാർട്ടിലേജിൻ്റെ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഉറപ്പായിട്ടും കണ്ടാവും. ചിലർ കൊച്ചുങ്ങളെ കടിച്ച് മുറിക്കാനൊക്കെ പറ്റും അല്ലേ. ഇത് ഇങ്ങനെയുള്ളൊരു കാർട്ടിലേജിൻ്റെ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഇതിൻ്റെ അപ്പുറത്ത് മീറ്റ് ഉണ്ട്, ഇപ്പുറത്ത് മീറ്റ് ഉണ്ടായിരിക്കും. ഇത് എടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ കിട്ടും. ഇതാണ് എന്ത് മക്കളെ, ബ്രസ്റ്റ് ബോൺ എന്ന് പറയുന്നത്. അത് ഈ ഒരു ഏജിൽ എന്തായിരിക്കും, അത് കാർട്ടിലേജ് ആയിരിക്കും. അതെങ്ങനെയായിരിക്കും, ഫ്ലെക്സിബിൾ ബ്രസ്റ്റ് ബോൺ കാർട്ടിലേജ് ആയിരിക്കും. മനസ്സിലായോ?
അതേസമയം നമ്മൾ നാടൻ കോഴി മേടിച്ചാൽ ഈ സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ കടിച്ച് മുറിക്കാൻ പറ്റുമോ? അത് കാർട്ടിലേജ് അല്ല, അത് ഓസ്റ്റിയോ കാർട്ടിലേജിൻ്റെ സ്ട്രക്ചറാണ് അല്ലേ. അത് എന്തായിട്ട് മാറും? അത് അസ്ഥിയായിട്ട് മാറും, ഒരു ഫ്ലാറ്റ് ബോണായിട്ട് മാറും എന്ത് വളർന്നു വരുമ്പോൾ. ശ്രദ്ധിക്കൂ, അതാണ് ബ്രോയിലർ അല്ലെങ്കിൽ ഫ്രയർ എന്ന് പറയുന്നത് കേട്ടോ. നോക്കാം എന്താണ്. ബ്രോയിലേഴ്സ് ഓർ ഫ്രയേഴ്സ് ആർ ജനറലി പ്രിഫേർഡ് ഫോർ പ്രോസസിങ് ഇൻ ടു ഫ്രഷ് ഓർ ഫ്രോസൺ ചിക്കൻ വെയർ ടെൻഡർനെസ് ഈസ് എസെൻഷ്യൽ. അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ചിക്കനെ സംബന്ധിച്ചിടത്തോളം ടെൻഡർനെസ് അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിൽ, ടെൻഡർനെസ് എസെൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ എന്താ മക്കളെ, ബ്രോയിലേഴ്സ് ആണ് നമ്മളിവിടെ പ്രിഫർ ചെയ്യുന്നത് അല്ലേ. എന്താണ്, ബ്രോയിലേഴ്സ് ഓർ ഫ്രയേഴ്സ് ആർ ജനറലി പ്രിഫേർഡ് ഫോർ പ്രോസസിങ് ഇൻ ടു ഫ്രഷ് ഓർ ഫ്രോസൺ ചിക്കൻ വെയർ ടെൻഡർനെസ് ഈസ് എസെൻഷ്യൽ. നോക്കാം, മീറ്റ് അത്രയും ടെൻഡറായിട്ട് കിട്ടണം. നമുക്ക് വേണ്ടത് ഇതുപോലൊരു സാധനമാണ്, ടെൻഡറായിട്ടുള്ള മീറ്റ് ആണെന്നുണ്ടെങ്കിൽ ബ്രോയിലേഴ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ ICDSകാരുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത്രയും നേരം കണ്ട ആൾക്കാരുടെ അടുത്ത് മാത്രമേ പറയാനുള്ളൂ. ഇത്രയും നേരം കണ്ട ആൾക്കാർ സീരിയസ് കാൻഡിഡേറ്റ്സ് ആണ്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഐദർ ക്രാഷ് ബാച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സെപ്റ്റംബറിൽ തുടങ്ങിയ ബാച്ച് ആയിരിക്കാം, ഒക്ടോബർ ബാച്ച് ആയിരിക്കാം, ഏത് ബാച്ചാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ബാച്ചുകൾ നമ്മൾ ഒരുമിച്ച് മെർജ് ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. ഏത് ബാച്ചാണെന്നുണ്ടെങ്കിലും തുടക്കത്തിൽ ഉള്ള ഒരു ചൂട് ഒരുപാട് പേർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ ഗ്രൂപ്പിൽ കയറി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പരീക്ഷ എഴുതാത്ത ആൾക്കാർക്ക് കാര്യം നടക്കുകയാണെന്നുള്ളത് തീർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങളിത് ഇപ്പോഴും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോഴും നിങ്ങൾ ആ തുടക്കത്തിലുണ്ടായിരുന്ന മൈൻഡ് സെറ്റിലേക്ക് തിരിച്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കും, നിങ്ങൾ കരയും. കാരണം നിങ്ങൾ വിചാരിച്ചാൽ, പൂർണ്ണ മനസ്സോടുകൂടി ഒന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമേ ഈ പരീക്ഷയ്ക്കകത്തുള്ളൂ. ഇവിടെ നമ്മൾ പഠിപ്പിക്കാത്തതായിട്ട് ഒരു സാധനവും ചോദിക്കുകയില്ല. മനസ്സിലായി? അതൊരു ഉറപ്പാണ്. അപ്പോൾ ഇവിടെ പഠിപ്പിച്ച് നിങ്ങൾക്ക് നടത്തുന്ന പരീക്ഷകൾ കൃത്യമായിട്ട് എഴുതി റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഉറപ്പിച്ചിട്ട് പോയാൽ മതി മക്കളെ. നിങ്ങൾക്ക് ഇത്രയും ഉറപ്പ് തരുന്ന വേറെ ആരുണ്ട്? ഞാൻ ഇത്രയും ഉറപ്പ് നിങ്ങൾക്ക് തരികയാണ്. ഒരു കാര്യം എടുത്തു പറയാം, ചിലപ്പോൾ നിങ്ങൾ പകുതി വെച്ച് വീണ് പോയിട്ടുണ്ടായിരിക്കാം, സൈഡായി പോയിട്ടുണ്ടായിരിക്കാം, ഒരാഴ്ച പഠിക്കാൻ പറ്റിയില്ല, ഒരു മാസം പഠിക്കാൻ പറ്റിയില്ല, എന്നെ കൊണ്ട് ഇനി പറ്റോ ഇല്ലെന്നുള്ള പേടിച്ച് നിൽക്കായിരിക്കും. എന്നെ വിളിക്ക്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ നമ്പർ നിങ്ങളതിലുണ്ടല്ലോ, നമുക്ക് പരിഹരിക്കാം. എടാ, ഇനി നിങ്ങളൊന്ന് ഉണർന്ന് ശ്രമിച്ചാലും കയറിപ്പോകാൻ പറ്റും. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട, കയറിപ്പോകാൻ പറ്റും. ഫൈറ്റ് ചെയ്താൽ മാത്രം മതി. ഇനിയുണ്ട് നമുക്ക് 3-3.5 മാസം ചിലപ്പോൾ ഒരു കിട്ടാം, കൺഫർമേഷൻ വരട്ടെ, അല്ലെങ്കിൽ വന്നാൽ തന്നെ നമുക്ക് കിട്ടും, ഏകദേശം 3 മാസം കിട്ടും. അപ്പോഴും ഫൈറ്റ് ചെയ്താൽ മതി. ഉണർന്നെഴുന്നേറ്റ് ഫൈറ്റ് ചെയ്യാൻ തരുന്ന സാധനം കണ്ട് തീർത്ത് നമ്മൾ കൃത്യമായിട്ട് പരീക്ഷ എഴുതി 1 തവണ 2 തവണ എഴുതി പ്രാക്ടീസ് ചെയ്ത് പോയാൽ മതി. ബുദ്ധിമുട്ടുണ്ടാവും, എനിക്കറിയാം. ആ ബുദ്ധിമുട്ടിനെയൊക്കെ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് അഭിമുഖീകരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. നമുക്ക് ചരിത്രം എഴുതാൻ പറ്റും. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ICDS സൂപ്പർവൈസറിന്റെ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗങ്ങൾ കംപ്ലീറ്റ് നമ്മുടെ പിള്ളേരായിരിക്കും, നല്ല ഉറപ്പുണ്ട്. പക്ഷേ അതിലൊരാളാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തൊട്ടേ ശ്രമിച്ച് തുടങ്ങിയാൽ പറ്റത്തുള്ള മതിയാളോ മക്കളെ. അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരാണ് നിങ്ങൾ എന്നെ വിളിക്കും. ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലേ? ഞാൻ ഉണ്ട്, നമ്മുടെ സ്ഥാപനം ഉണ്ട് നിങ്ങളുടെ കൂടെ. അപ്പോൾ നമുക്കത് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കാതിരിക്കരുത്, ദയവ് ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുവരിക കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ നോക്കുന്ന ഒരു കാറ്റഗറിയാണ് മക്കളെ റോസ്റ്റർ എന്ന് പറയുന്നത്. റോസ്റ്റർ എന്ന് പറയുമ്പോൾ നോക്കാം, നമ്മൾ ആദ്യം എന്താ പഠിച്ചത്, ബ്രോയിലർ അല്ലെങ്കിൽ ഫ്രയർ അല്ലേ. അപ്പോൾ ഫ്രൈ ചെയ്യാൻ നമുക്ക് എളുപ്പം, അത്രയും സോഫ്റ്റ് ആയ സാധനമാണ്. അത് കഴിഞ്ഞ് നമ്മൾ എന്താണ്, ഒന്നും ഫ്രൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ്, ബീഫൊക്കെ നമുക്ക് ഫ്രൈ ഒക്കെ ഇഷ്ടം റോസ്റ്റാണ് അല്ലേ, റോസ്റ്റ്. അപ്പോൾ എന്താണ് റോസ്റ്റർ എന്താണ്? ഇത് നമ്മുടെ ശ്രീലക്ഷ്മി ബുക്കിൽ റൂസ്റ്റർ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. റൂസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ കാറ്റഗറി പെടുന്ന ആളല്ല. ആക്ച്വലി അതൊരു അക്ഷരത്തെറ്റാണ്. നിങ്ങൾ നോർമൽ ബോർഡർ നോക്കിയാൽ മതി, അല്ലെങ്കിൽ വേറെ ഏത് ടെക്സ്റ്റ് റെഫർ ചെയ്താലും റൂസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രായപൂർത്തിയായിട്ടുള്ള കൂവി തെളിഞ്ഞ് നല്ലൊരു പൂവിനാണ് റൂസ്റ്റർ എന്ന് വിളിക്കുക. ഇതല്ല, ഇത് റോസ്റ്റർ. റോസ്റ്റർ എന്ന് പറയുമ്പോൾ യങ് ചിക്കൻ ആണ്, യൂഷ്വലി 5 to 3 months ഓഫ് ഏജ് അല്ലേ, 3 മുതൽ 5 മാസം കാലം പ്രായമുള്ള ചിക്കനെയാണ് നമ്മൾ എന്ന് വിളിക്കുക, റോസ്റ്റർ എന്ന് വിളിക്കുക. അതും ഓഫ് എയ്തർ സെക്സ്, ആണാകാം പെണ്ണാകാം. ഹാവിങ് ടെൻഡർ മീറ്റ് വിത്ത് സോഫ്റ്റ് പ്ലിയബിൾ സ്മൂത്ത് ടെക്സ്ചേർഡ് സ്കിൻ ആൻഡ് ബ്രസ്റ്റ് ബോൺ കാർട്ടിലേജ് ദാറ്റ് മേ ബി സംവാട്ട് ലെസ് ഫ്ലെക്സിബിൾ ദാൻ ദാറ്റ് ഓഫ് ബ്രോയിലർ ഓഫ് ഫ്രയർ. ഇത്രയേ ഉള്ളൂ. അതായത് ഏജ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. 3 മുതൽ 5 മാസ കാലയളവിനുള്ളിലാണെങ്കിൽ ഞാൻ എന്ന് വിളിക്കാം, റോസ്റ്റർ എന്ന് വിളിക്കാം.
റോസ്റ്റർ എന്ന് വിളിക്കാം, അല്ലേ? റോസ്റ്റർ എന്ന് വിളിക്കാം. അപ്പോൾ ചോദിക്കും ഇതിൻ്റെ ഇടയ്ക്കുള്ള എല്ലാം ബ്രോയിലർ എന്ന് വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല. 3 മുതൽ 5 മാസം പ്രായം ഉണ്ടെങ്കിൽ എന്താണ് റോസ്റ്റർ എന്ന് വിളിക്കാം. ഓക്കെ, ആണാണോ പെണ്ണാണോ രണ്ടും വരാം, അല്ലേ? എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? മീറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. മീറ്റ് എങ്ങനെയായിരിക്കണം? ബ്രോയിലർ പോലെ ആയിരിക്കണം. പക്ഷേ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, ഈ 5 മാസ കാലയളവൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ പറഞ്ഞ ബ്രസ്റ്റ് ബോൺ കാർട്ടിലേജ് അത്ര കണ്ട് ഫ്ലെക്സിബിൾ ആകണമെന്ന് നിർബന്ധമില്ല. അത്രയേ ഉള്ളൂ വ്യത്യാസം. മനസ്സിലായി? ഒന്ന് ഏജിൽ വ്യത്യാസമുണ്ട്, പിന്നെ രണ്ടാമത്തെ ബ്രസ്റ്റ് ബോൺ കാർട്ടിലേജ് അത്ര കണ്ട് ഫ്ലെക്സിബിൾ ആകണമെന്ന് നിർബന്ധമില്ല തന്നെ. അത്രയേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. റോസ്റ്ററും എന്തും തമ്മിൽ? ഫ്രയർ അല്ലെങ്കിൽ ബ്രോയിലർ തമ്മിൽ. ബ്രോയിലറിന്റെ മറ്റൊരു പേരാണിത് ഫ്രയർ, അത് കഴിഞ്ഞ് റോസ്റ്റർ. ഓക്കെ, ഇനി നമുക്ക് കാപ്പോൺ എന്ന് പറയുന്ന ടേം നോക്കി പോകാം. ഇത് ബി ഇല്ല, നവംബറിലേ ഉള്ളൂ. കാപ്പോൺ എന്ന് പറയുമ്പോൾ ക്യാപ്പണൈസേഷൻ എന്ന് പറയുന്ന ടേം നമ്മളൊന്ന് മനസ്സിലാക്കി പോകണം. എന്താ ക്യാപ്പണൈസേഷൻ എന്ന് പറഞ്ഞാൽ? ക്യാപ്പണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മളൊരു ബേർഡിനെ എന്താക്കുന്നു? സ്റ്റെറൈലാക്കുന്നു, അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ കാസ്ട്രേറ്റ് ചെയ്യുന്നു എന്ന് പറയാം. കാസ്ട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ പച്ച മലയാളത്തിൽ വരി ഉടയ്ക്കൽ തരി ഉടയ്ക്കൽ എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിലൊക്കെ ഈ പണ്ട് കാലത്ത് ബുൾസിനെ നില ഒഴുവാനും വണ്ടി കെട്ടാനൊക്കെ വേണ്ടി ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇവന്മാർ ഭയങ്കര ബഹളക്കാരാണ്. എന്താ കാര്യം? അവർക്ക് ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലേ, മെയിൽ സെക്സ് ഹോർമോൺ ഉണ്ടെങ്കിൽ ഇവൻ ഒത്തിരി പ്രശ്നക്കാരനാകും, ഉറപ്പാണ് ആ കാര്യം, അല്ലേ? അപ്പോൾ അത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവനെ പ്രശ്നക്കാരനാക്കാതെ അവനെ കൊണ്ടൊന്നും മര്യാദക്കാരനാക്കാൻ വേണ്ടി അവൻ്റെ തരി ഉടച്ച് കളയും. ഇത്രയേ ഉള്ളൂ. അവൻ്റെ ടെസ്റ്റിസ് നശിപ്പിച്ച് കളയും തുടക്കത്തിൽ തന്നെ. അത് കുഞ്ഞ് പ്രായത്തിൽ തന്നെ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതിനാണ് കാസ്ട്രേഷൻ എന്ന് പറയുക. അപ്പോൾ അതിന് 2 ധർമ്മമുണ്ട്. ഒന്നെന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ടു മേക്ക് ദ ആനിമൽ മോർ ഡോസൈൽ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കാസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ മസിൽ മാസ് വെക്കും എന്നുള്ളതാണ്. കുറച്ചും കൂടെ അതിൻ്റെ മസിൽസ് കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും. ഈവൻ ഇൻ കേസ് നമ്മൾ മീറ്റിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സ്മൂത്ത് മസിൽസ് ആയിരിക്കും എന്നുള്ളതാണ്. നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു മീറ്റൊക്കെയാണ് നമുക്ക് കിട്ടുക. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും നമ്മുടെ ശരീരത്തിന് അധികപ്പറ്റാണ്. ഞാൻ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞില്ലേ, ഇപ്പോൾ ഉള്ള കുട്ടികൾ 10 വയസ്സാകുമ്പോഴത്തേക്കും പ്രായപൂർത്തിയാവുന്നു. പണ്ടുള്ള ആൾക്കാർ 16-17 വയസ്സായപ്പോൾ പ്രായപൂർത്തിയായെന്ന് പറഞ്ഞില്ലേ. എന്താ കാര്യം? വ്യത്യാസം എന്താ? പണ്ടുള്ള കുട്ടികൾക്ക് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പോഷകങ്ങൾ പോലും ഒരു പക്ഷേ ആവശ്യത്തിന് കിട്ടുമായിരുന്നില്ല. എന്നാൽ ഇപ്പോഴുള്ള കുട്ടികൾക്കോ രാവിലെ ആവശ്യത്തിന് പോഷണമുണ്ട്, ഉച്ചയ്ക്ക് ആവശ്യത്തിന് പോഷണമുണ്ട്, വൈകുന്നേരം ആവശ്യത്തിന് പോഷണമുണ്ട്. ഇതെല്ലാം പോയിട്ട് രാത്രി പുറത്ത് പോയിട്ട് KFCയും പോഷിക്കുന്നുണ്ടല്ലേ. ഇതെല്ലാം പോഷണവും കിട്ടുന്നുണ്ട്. അപ്പോഴത്തേക്കും എക്സ്ട്രാ വരെയാണ് ഫുഡ്, കലോറി എക്സ്ട്രാ ആണല്ലേ. എക്സ്ട്രാ വരുമ്പോഴത്തേക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എല്ലാം വേഗം എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എടുത്തതിന് ശേഷം വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ പ്രവർത്തനം നടക്കത്തുള്ളൂ. അതങ്ങനെ ഒരു റിസർവ് അതിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഇൻഫെർട്ടിലിറ്റി ഒക്കെ ഭയങ്കര കോമൺ ഫാക്ടറായിട്ട് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളത്. അത് റിവേഴ്സ് ചെയ്യുന്നു. ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ നശിപ്പിച്ച് കളയുമ്പോഴത്തേക്കും, അല്ലെ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള പ്രവർത്തന ഫംഗ്ഷൻ നശിപ്പിച്ച് കളയുമ്പോഴത്തേക്കും അങ്ങോട്ട് പോകുന്ന ആ എനർജി കൂടെ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കും എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. ആ ഒരു കോൺസെപ്റ്റിലാണ് ഇത് ചെയ്യുന്നത്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ നമ്മുടെ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ അഭാവത്തിലൊക്കെ ഉണ്ടാകുന്ന ഡെവലപ്പായി വരുന്ന മസിൽ സ്ട്രക്ചർ കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. വാട്ടെവർ, ഞാൻ പറഞ്ഞു വന്നതാണ് കാസ്ട്രേഷൻ. ഇത്തരത്തിൽ കാസ്ട്രേഷൻ എവിടെയും ചെയ്യുന്നുണ്ട്, ബേർഡ്സിലും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്ത ബേർഡ്സിന് കാപ്പോൺസ് എന്ന് പറയാം, അല്ലേ? നോക്കാം. കാപ്പോൺ, ലാർജ് ടെൻഡർ ഓർ റോസ്റ്റിംഗ് പൗൾട്രി മെയ്ഡ് ബൈ കാസ്ട്രേറ്റിംഗ് യങ് റൂസ്റ്റേഴ്സ്, അല്ലേ? യങ് റൂസ്റ്റേഴ്സിനെ കാസ്ട്രേറ്റ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന ബേർഡ്സിനാണ് കാപ്പോൺസ് എന്ന് പറയുന്നത്. നോക്കാം. യൂഷ്വലി കാപ്പോൺസ് ഹാവ് എ ബിറ്റ് മോർ ഫ്ലേവർഫുൾ ആൻഡ് ടെൻഡർ മീറ്റ്, അല്ലേ? ക്യാപ്പണൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടെൻഡർ ആയിരിക്കും, മീറ്റ് കുറച്ചുകൂടെ ടെൻഡർ ആയിരിക്കും. അതുപോലെ മീറ്റ് കുറച്ചും കൂടെ എന്തായിരിക്കും? ഫ്ലേവർഫുൾ ആയിരിക്കും എന്നുള്ളൊരു വ്യത്യാസം കൂടെ എന്തിനുണ്ട്? ക്യാപ്പോൺസിൻ്റെ മീറ്റിനുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചേ? പറ. ആദ്യം ബ്രോയിലർ പഠിച്ചു, അല്ലേ? ബ്രോയിലർ മറ്റൊരു പേരെന്താണ്? ഫ്രയർ. അത് കഴിഞ്ഞ് എന്ത് പഠിച്ചോ? റോസ്റ്റർ പഠിച്ചല്ലേ? റോസ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പഠിച്ചേ? റോസ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ക്യാപ്പോനാണ് നോക്കിയത്. അപ്പോൾ ക്യാപ്പണൈസേഷൻ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ. അപ്പോൾ അടുത്ത ക്ലാസിഫിക്കേഷനിൽ സ്റ്റാഗ് ആണ് വരുന്നത്. സ്റ്റാഗ് എന്ന് പറയുമ്പോൾ നമുക്കിതിനെ ഓർക്കാൻ വേണ്ടി വേണമെങ്കിൽ ഒരു ചെറിയൊരു ഉദാഹരണം ഉപയോഗിക്കാം. സ്റ്റാഗ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ
മെയിലായിട്ടുള്ള പിഗിന് പറയുന്ന ഒരു ടേമാണ് സ്റ്റാഗ് എന്ന് പറയുന്നത്. അഡൾട്ട് മെയിൽ പിഗിനെ നമ്മൾ സ്റ്റാഗ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഈ പബ്ബൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ കപ്പിൾ എൻട്രി, സ്റ്റാഗ് എൻട്രി എന്ന് കേട്ടിട്ടുണ്ടാവും. ഒരു പക്ഷേ കേട്ടിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല. ഞാൻ ഏതോ ഒരു സിനിമയിലെ കേട്ടാണ്. നമ്മുടെ പ്രേമലു സിനിമയിൽ പറയുന്നത് കപ്പിൾ എൻട്രി ആണെങ്കിൽ ഫ്രീ ആണ്, സ്റ്റാഗ് എൻട്രി ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ആണുങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ സ്റ്റാഗ് എന്ന് വിളിക്കുക. അത്രേ ഉള്ളൂ. ഓർത്തിരുന്നോ സ്റ്റാഗ് ആരാണെന്ന്? എ മെയിൽ ചിക്കൻ യൂഷ്വലി അണ്ടർ 10 months of age വിത്ത് കൊയാ സ്കിൻ. നോക്ക്, ഇവിടെ എന്താണ്? സ്മൂത്ത് പ്ലിയബിൾ സ്കിൻ അല്ല മക്കളെ, കൊയാസ്, ഇത്തിരി കട്ടിയുള്ള സ്കിന്നാണ്. 10 മാസത്തിൽ താഴെ, അതായത് കൂവി തുടങ്ങി നല്ല ഒരു നമുക്ക് കഴിക്കാൻ കൂവി തുടങ്ങിയിട്ട് ഒരുപാട് വയസ്സായി പോയിട്ടില്ല, അങ്ങനെയുള്ള വേർഡ് അല്ലേ. 10 മാസത്തിൽ താഴെ ഉള്ളൂ. നമ്മുടെയൊക്കെ വീട്ടിൽ വളർത്തുന്ന മുട്ടക്കോഴിയൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഗ്രാമശ്രീ, ഗ്രാമപ്രിയ ഇനത്തിലൊക്കെ പെട്ട കോഴികളൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ട് വരും. അത് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ കൂടെ 2-3 പൂവനുണ്ടായിരിക്കും, ചിലപ്പോൾ കൂടുതൽ പൂവനായിരിക്കും. ശരിക്കും അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെയൊക്കെ വരില്ല എന്ന് ഉറപ്പാക്കിയിട്ടൊക്കെയാണ് തരേണ്ടത്. അതാണ് നമ്മൾ എഗ് നഴ്സറിയുടെ റൂള്, കാര്യങ്ങളൊക്കെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പൂവ് ഇങ്ങനെ വളർന്നു വരും. പൂവും വളർന്നു വരുമ്പോൾ നമ്മളൊരു 6-7 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല സൈസാവും. 10 മാസം താഴെ. അതാണ് സ്റ്റാഗ് എന്ന് പറയുന്നത്. നോക്ക്, എന്താണ് സംശയം വരുന്നത് നോക്ക്. എവിടെയെങ്കിലും സംശയം ഉണ്ടോ? ക്യാപ്പൺ എന്ന് പറയാൻ മറന്നു പോകണ്ട. എന്താണ് കാര്യം? ക്യാപ്പണൈസേഷൻ കഴിഞ്ഞ സാധനമാണ് ക്യാപ്പൺ. എന്തിനു വേണ്ടിയാ? കുറച്ചുകൂടെ ടെൻഡർ മീറ്റ് കിട്ടണം. അതുപോലെ നമുക്ക് വേറെന്ത് കിട്ടണം? ചെറിയ ഫ്ലേവറും കിട്ടണം. റോസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രയർ അല്ലെങ്കിൽ ബ്രോയിലർ കഴിഞ്ഞാൽ റോസ്റ്റർ അല്ലേ. രണ്ടും ഐദർ സെക്സ്, ആണുമാകാം പെണ്ണുമാകാം അല്ലേ. ഓക്കെയാണ്. അപ്പോൾ അതുപോലെ ഇവിടെ 3 to 5 months ആണ് റോസ്റ്ററിൻ്റെ ഇത് വരുന്നത്. അതുപോലെ ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട സ്റ്റാഗ് നോക്ക്. സ്റ്റാഗ് 10 മാസത്തിൽ താഴെ, 5 മാസത്തിൽ കഴിഞ്ഞാലാണ് എന്ത് സ്റ്റാഗായി മാറുന്നത് അല്ലേ. യെസ്. അപ്പോൾ അതായത് കൂവി തുടങ്ങിയ നല്ലൊരു ആണ് അല്ലേ. മെയിൽ ചിക്കൻ നോക്ക്. സ്റ്റാഗ് എന്ന് പറയുമ്പോൾ എന്താണ്? മെയിൽ ചിക്കൻ യൂഷ്വലി അണ്ടർ 10 months of age വിത്ത് കൊയാ സ്കിൻ സംവാട്ട് ടഫൻഡ് ആൻഡ് ഡാർക്കൻഡ് ഫ്ലഷ്. കണ്ടോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചിക്കൻ്റെ ഇറച്ചി എന്ന് പറയുമ്പോഴത്തേക്കും നല്ല വൈറ്റ് ഫ്ലഷ് ആയിരിക്കും അല്ലേ. പക്ഷെ നമുക്ക് നാടൻ കോഴി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ പലപ്പോഴും എന്താണ്? ഡാർക്ക് ആൻഡ് ഫ്ലഷ് ആയിരിക്കും അല്ലേ. ഇഷ്ടംപോലെ മയോഗ്ലോബിൻ കണ്ടന്റ് കൂടുതലുള്ള ഫ്ലഷ് ആയിരിക്കും. നമ്മൾ പൊതുവേ വൈറ്റ് മീറ്റ് എന്നാണ് പറയുമെങ്കിൽ കൂടിയും അത്യാവശ്യം ഒരു 10 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ഡാർക്ക് മീറ്റ് ആയിട്ട് മാറും അല്ലേ. സംവാട്ട് ടഫ് ആൻഡ് കട്ടി കൂടിയ ഡാർക്ക് ആൻഡ് ഫ്ലഷ് ആയിരിക്കും. ആൻഡ് എ കൺസിഡറബിൾ ഹാർഡനിങ് ഓഫ് ദ ബ്രസ്റ്റ് ബോൺ കാർട്ടിലേജ് അല്ലേ. ബ്രസ്റ്റ് ബോൺ കാർട്ടിലേജിന് ഒരു കൺസിഡറബിൾ ഹാർഡനിങ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയാണ് സ്റ്റാഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റീവിങ് ചിക്കൻ ഓർ ഫൗൾ ഇത് ഇങ്ങനെ നോട്ടിനവിടെ ഇല്ല കേട്ടോ, അത് അടുത്ത ഹെഡിങ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ഹെഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ അടുത്ത സ്റ്റൂവിങ് ചിക്കൻ ഓർ ഫൗൾ, ഇങ്ങനെ ഒരു ടേം നമുക്ക് 2 പുസ്തകത്തിലും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇത് ഇങ്ങനെ ടേം ഉണ്ട്, ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ഫൗൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൗൾട്രിയെ മുഴുവനായിട്ട് പറയുന്ന ഒരു ടേം കൂടെയാണ് ഫൗൾ, കേട്ടോ. വാട്ട് എവർ സ്റ്റൂവിങ് ചിക്കൻ ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ കോഴിക്കോട് ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വടക്കൻ കേരളത്തിലൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ എന്ത് കഴിച്ചിട്ടുണ്ടാവും എല്ലാവർക്കും അറിയായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ പാരഗണിലൊക്കെ ചെന്നിട്ട് ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ എന്താ അവിടെ കിട്ടുന്ന ബിരിയാണി എന്താ? അതിനൊരു പേര് പറയും. എന്താണ്? ലഗോൺ ബിരിയാണി എന്ന് പറയും അല്ലേ. എന്താ ലഗോൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നവർ? മുട്ടക്കോഴി, മുട്ടയിട്ട് കഴിഞ്ഞ കോഴി അല്ലേ, മുട്ടയിട്ട് കഴിഞ്ഞ ആ കോഴിയെ എടുത്ത് സ്ലോ കുക്ക് ചെയ്താണ് നമുക്ക് തരുന്നത്. അതിന് പ്രത്യേക ഒരു രുചിയുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്താണ്? സ്റ്റൂയിങ് ഇസ് എ ടൈപ്പ് ഓഫ് എ കൈൻഡ് ഓഫ് എന്താണ് സ്ലോ കുക്കിംഗ് അല്ലേ. അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള ചിക്കൻ നോക്ക. എന്താണ്? എ മേച്ചർ ചിക്കൻ യൂഷ്വലി മോർ ദാൻ 10 months of age വിത്ത് മീറ്റ് ലെസ് ടെൻഡർ ദാൻ ദാറ്റ് ഓഫ് എ റോസ്റ്റർ ആൻഡ് ഇൻഫ്ലെക്സിബിൾ ബ്രസ്റ്റ് ബോൺ ടിപ്പ്. കണ്ടോ, എന്താണ് ബ്രസ്റ്റ് ബോൺ ടിപ്പ്? നമ്മൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അത്രയും നമുക്ക് ആ ഒരു മൊന പോലെ തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. ബ്രസ്റ്റ് ബോണൊക്കെ ഫുള്ളായിട്ട് എന്തായിട്ട് മാറി? കാർട്ടിലേജ് എല്ലാം മാറി ബോണി ആയിട്ട് മാറിക്കഴിഞ്ഞാൽ എന്തായിട്ട് മാറുന്ന മക്കളെ? സ്റ്റൂയിങ് ചിക്കൻ അല്ലെങ്കിൽ ഫൗൾ അങ്ങനെ പറയാൻ പറ്റുന്നത് അല്ലേ. ഓക്കെ, മെച്ചർ ചിക്കൻ യൂഷ്വലി മോർ ദാൻ 10 months of age അല്ലേ. 10 മാസം കഴിഞ്ഞാൽ മുട്ടയിട്ട് തീർന്ന മുട്ടയിട്ട് കഴിഞ്ഞ അത്തരത്തിലുള്ള ചിക്കനാണ് നമ്മളിന്ന് വിളിക്കുക, ഇത്തരത്തിൽ സ്റ്റൂയിങ് ചിക്കൻ എന്ന് വിളിക്കുക അല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊരു മറ്റൊരു കാറ്റഗറിയാണ്. അപ്പോൾ അടുത്ത നമുക്ക് കോക്ക് അല്ലെങ്കിൽ ഓൾഡ് റൂസ്റ്റർ അല്ലേ. അത്യാവശ്യം വയസ്സായ പൂവൻകോഴി, ഇതാണ് നമ്മുടെ അടുത്ത ഒരു കാറ്റഗറി, കോക്ക് അല്ലെങ്കിൽ ഓൾഡ് റൂസ്റ്റർ. അപ്പോൾ ഈ സ്റ്റാഗ് എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് മക്കളെ? 10 മാസത്തിന് താഴെ അല്ലേ. 5 മാസം ആകുമ്പോൾ റോസ്റ്റർ അല്ലേ. റോസ്റ്റർ, സ്റ്റാഗ് നമ്മൾ മനസ്സിലാക്കി അല്ലേ, അത് മെയിലാണ്.
അപ്പോൾ റോസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ വരും അല്ലേ. അതുപോലെ ഫ്രയർ അല്ലെങ്കിൽ ബ്രോയിലർ വരുമ്പോൾ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ വരും. അതെന്താണ് എന്തിനോട് ഉപയോഗിക്കുന്ന മീറ്റ് പർപ്പസിനോട് ഉപയോഗിക്കുന്നത്. റോസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ വരും അല്ലേ. മുട്ടയിട്ട് തുടങ്ങുന്ന ആ ഒരു കൂവുന്ന സമയം അല്ലേ. കൂവി കഴിഞ്ഞാൽ എന്തായി സ്റ്റാഗായി മാറി അല്ലേ. 10 മാസം താഴെ 5 മാസത്തിന് ഇടയ്ക്ക് 10 മാസം കഴിഞ്ഞു പോയാൽ നോക്ക് കോക്ക് അല്ലെങ്കിൽ ഓൾഡ് റൂസ്റ്റർ വയസ്സായ കോഴി എന്ന് വേണമെങ്കിൽ പറയാം. എ മെച്ചർ മെയിൽ ചിക്കൻ യൂഷ്വലി ഓവർ 10 months ഓഫ് ഏജ് വിത്ത് കൊയാ സ്കിൻ അല്ലെ കട്ടിയുള്ള സ്കിൻ, ടഫൻഡ് ആൻഡ് ഡാർക്കൻഡ് മീറ്റ് ആൻഡ് ഹാർഡൻഡ് ബ്രസ്റ്റ് ബോൺ ടിപ്പ് അല്ലേ. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അല്ലേ. ബ്രസ്റ്റ് ബോൺ ടിപ്പ് വരെ എന്താണ് ഹാർഡനിങ് കഴിഞ്ഞിട്ടുണ്ടാവും അതിൻ്റെ 10 മാസത്തിൽ കൂടുതൽ അല്ലേ. കൊയാസ് ആയിട്ടുള്ള സ്കിൻ, കട്ടി കൂടിയ സ്കിന്ന്, ടഫൻഡ് ആൻഡ് ഡാർക്കൻഡ് മീറ്റ്, കട്ടി കൂടിയതും നല്ല നാര് പോലെ ഉള്ളതും അതുപോലെ നല്ല ഇരുണ്ട നിറത്തിലുള്ള മീറ്റ് അല്ലേ. ഇതൊക്കെയാണ് കോക്ക് അല്ലെങ്കിൽ ഓൾഡ് റൂസ്റ്ററിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കി വരാടാ ഇതിന് എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഒന്നുകൂടെ നോക്കി വരാം മക്കളെ. അപ്പോൾ നമ്മൾ എന്താണ് പൗൾട്രിയിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞു അല്ലേ. എന്താണ് മീറ്റ് പർപ്പസിനോ അല്ലെങ്കിൽ എഗ് പർപ്പസിനോ വേണ്ടി മാത്രം വളർത്തുന്ന പക്ഷികളെയാണ് പൗൾട്രി എന്ന് വിളിക്കുക അല്ലേ. അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് പൗൾട്രി ഫാമിംഗ് നമ്മൾ പറഞ്ഞു. നല്ല അതിൻ്റെ എന്താണ് മീറ്റ് കൺവേർഷൻ റേഷ്യോയെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ. ഫീഡ് കൺവേർഷൻ റേഷ്യോയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നോക്കാം വെയിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും അല്ലെങ്കിൽ ഏജിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ട് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ബ്രോയിലർ ഓർ ഫ്രയർ നമുക്കറിയാം 8 മുതൽ 10 ആഴ്ച കാലമാകുമ്പോഴത്തേക്ക് എത്രയുടെ അവർ നോക്കുന്നത് 8 ആഴ്ച 2 മാസം 2 മുതൽ 2.5 മാസ കാലയളവിലുള്ള മീറ്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ ബ്രോയിലർ അല്ലെങ്കിൽ ഫ്രയർ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. റോസ്റ്റർ ആകുമ്പോഴത്തേക്ക് 3 to 5 month ഏജ് അല്ലേ. ക്യാപ്പൺ ആകുമ്പോഴത്തേക്ക് എന്താണ് ക്യാപ്പണൈസേഷൻ കഴിഞ്ഞ മെയിലിനെയാണ് ക്യാപ്പൺ. അതുപോലെ സ്റ്റാഗ് എന്താണ് 5 തൊട്ട് 10 മാസ കാലയളവും സ്റ്റാഗ് അല്ലേ. അതുപോലെ അത് കഴിഞ്ഞ് 10 മാസം കഴിഞ്ഞിട്ടുള്ള ഫീമെയിൽ ഏതാണ്. 10 മാസം കഴിഞ്ഞിട്ടുള്ള ഫീമെയിൽ ഏതാണ് പറ എത്രയാണ്. ചിക്കൻ, സ്റ്റ്യൂവിങ് ചിക്കൻ എന്ന് വിളിക്കും അല്ലേ. അത്രയേ ഉള്ളൂ. അതുപോലെ കോക്കോൾ ഓറൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെയിലിനെയാണ് വിളിക്കുന്നത്. ബാക്കി എല്ലാം സെയിം ആണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, എവിടെയാണ് ഒരു ടെൻഡർനെസ്, ആ ഒരു ബീറ്റിൻ്റെ ടെൻഡർനെസ് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇനി നമുക്ക് പ്രോസസ്സിംഗ് പ്ലാന്റ് ഓപ്പറേഷൻസ്, പ്രധാനപ്പെട്ട പ്രോസസ്സിംഗ് പ്ലാന്റ് ഓപ്പറേഷൻസ് നോക്കാം. നമുക്ക് നോർമൻ പോർട്ടറിലാണ് പ്രധാനമായിട്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലിംഗ് ഉള്ളത്. ലക്ഷ്മിയിൽ നമുക്ക് അത്ര ഡീറ്റെയിലിംഗ് ഇല്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സ്ലാട്ടർ ആൻഡ് ബ്ലീഡിങ് നമുക്കറിയാം. നമ്മൾ ഒരു കോഴിക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ കാണുന്ന കാര്യം സ്ലാട്ടർ ആൻഡ് ബ്ലീഡിങ് എന്ന് പറയുമ്പോൾ എന്താണ്, എന്നാൽ ബ്ലീഡ് ചെയ്യുന്നു. അതിനെ എന്ത് ചെയ്യുന്നു, ആദ്യം ചിലർ വെള്ളമൊക്കെ കൊടുക്കും, വെള്ളം കൊടുക്കാതെയൊക്കെ സ്ലോട്ടർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് കഴിഞ്ഞ് സ്കാൽഡിങ് നമ്മൾ കണ്ടിട്ടില്ല. കാര്യം എന്താ, നമ്മൾ കഴിക്കുന്നത് എപ്പോഴും എന്താണ് ഡീസ്കിൻഡ് ചിക്കനാണ്. ബിക്കോസ് ഓരോരോ ചിക്കനെ വെച്ച് മാനുവലി നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും സ്കാൽഡിങ് ചെയ്ത് ഡീഫെദർ ചെയ്യുക എന്ന് പറയുമ്പോൾ നല്ല ടഫായിട്ടുള്ളൊരു ജോബാണ് അല്ലേ. അതേസമയം നമുക്കൊരു കടയിലൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ചിക്കൻ 2 ചിക്കൻ അങ്ങനെയൊക്കെ വാങ്ങാൻ വേണ്ടി ആൾക്കാർ വരുമ്പോഴത്തേക്കും ലൈവ് ആയിട്ട് ഉള്ള ചിക്കനെ വാങ്ങാൻ വേണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പരിപാടി നടക്കത്തില്ല. പക്ഷേ ഇതൊരു ലാർജ് സ്കെയിൽ നോക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കണ്ടില്ലേ, ഇതിങ്ങനെ കൺവെയർ ബെൽറ്റ് വഴി പോയി പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്ത് വരുമ്പോഴത്തേക്കും പാക്കേജിങ് കഴിഞ്ഞുള്ള സാധനമായിരിക്കും വരിക അല്ലേ. അത്തരത്തിലുള്ള അത്രയും സോഫിസ്റ്റിക്കേറ്റഡ് മെഷീൻസ് എല്ലാം വെച്ച് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമുക്ക് എന്താണ് ഡ്രസ്സിങ് പെർസെൻറ്റേജ് കൂട്ടാൻ എന്ത് സഹായിക്കും, സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്ന സഹായിക്കും. കാരണം എന്താണ്, സ്കിന്ന് പോകുമ്പോഴത്തേക്ക് അത്രയും ഡ്രസ്സിങ് പെർസെൻറ്റേജ് വെയിറ്റ് പോയില്ലേ. അപ്പോൾ സ്കിന്നും കൂടെ മെയിൻറ്റെയിൻ ചെയ്താൽ സ്കിൻ എഡിബിൾ ആണോ, ആണ് കേട്ടോ, സ്കിൻ എഡിബിൾ ആണ്. അത് കൃത്യമായിട്ട് സ്കാൾഡ് ചെയ്ത് ഡീഫൈദർ ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ എഡിബിൾ ആണ്, ഒരു കുഴപ്പമില്ല. അതേപോലെ സ്കിന്ന് ഉള്ള ചിക്കന് ഡിമാൻഡ് കൂടുതലാണ്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അത് കൂടുതൽ ടേസ്റ്റിയാണ്. കാരണം സ്കിന്നിലാണ് കൂടുതൽ ഫാറ്റ് ഉള്ളത് അല്ലേ. ഒട്ടും ഫാറ്റ് ഇല്ലാത്ത നമ്മുടെ ബ്രോയിലർ ചിക്കൻ അല്ലെങ്കിൽ ഫാറ്റ് വളരെ കുറവുള്ള ബ്രോയിലർ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കിന്നോട് കൂടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കഴിവുണ്ടെങ്കിൽ നമ്മൾ നാടൻ കോഴിയൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും എന്താണ് ഡീസ്കിൻ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ വീട്ടിലൊക്കെ പണ്ട് ചെയ്യുന്ന കാര്യം കേട്ടോ. പണ്ടല്ല, ഈ അടുത്ത കാലത്തൊക്കെ നമുക്ക് ജോലി കിട്ടിയിരിക്കുന്നത് ഇതുപോലെ നാടൻ കോഴിയൊക്കെ മേടിച്ച് തിന്നാനുള്ള പാങ്ങ് ഉണ്ടായിട്ടുള്ളൂ. അതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങനെയുള്ള പാങ്ങൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ പാങ്ങെന്ന് പറയും കഴിവിന്. ഓക്കെ, അപ്പോൾ നമുക്ക് ജോലി കിട്ടിയ സമയത്തിനൊക്കെ അത്യാവശ്യം ശമ്പളം കിട്ടുമ്പോഴത്തേക്ക് ആദ്യത്തെ 2 ആഴ്ചയൊക്കെ ചിക്കൻ ഉണ്ടാവും വീട്ടിൽ ഞായറാഴ്ച. അപ്പോൾ നാടൻ കോഴിയെ തന്നെ മേടിച്ചിട്ട് എന്ത് ചെയ്യും, സ്കാൽഡിങ് ഒക്കെ ചെയ്ത് ഡീഫെദറൊക്കെ ചെയ്ത് തൊലി പേരൊക്കെ നല്ല വെയിറ്റ് ഉണ്ടല്ലേ, പൂടയൊക്കെ പറിച്ചെടുക്കും. ഓക്കെ ഫൈൻ. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളെ പഴയ പരിപാടി എന്തൊക്കെയാണ്, സ്ലാട്ടർ ആൻഡ് ബ്ലീഡിങ്, സ്കാൽഡിങ്, ഡീഫെദറിങ്, എവിസറേഷൻ അല്ലേ, അതുപോലെ ചില്ലിങ് ആൻഡ് പാക്കേജിങ് നമ്മൾ വീട്ടിൽ ചെയ്യാത്ത കാര്യം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ സ്ലോട്ടർ ആൻഡ് ബ്ലീഡിങ്. ഇത് നമ്മളൊരു ഈ പറഞ്ഞ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് മെഷീനറി എല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ, വലിയൊരു ഒരു ഫെസിലിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ട് നമുക്ക് ഇതേപോലെ ആയിരിക്കും ഇത് സ്ലോട്ടർ ആൻഡ് ബ്ലീഡിങ് പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലേ. ഓരോ ചിക്കനെയും നമ്മൾ ഇങ്ങനെ എടുത്ത് എന്ത് ചെയ്യും, ആദ്യം തൂക്കും. അത് കഴിഞ്ഞ ശേഷം സ്റ്റണ്ണിങ് ചെയ്യുന്ന സ്ഥലമുണ്ട്, ചെയ്യാത്ത സ്ഥലമുണ്ട് കേട്ടോ.
സ്റ്റണ്ണിങ് ഇവിടെ മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിട്ടില്ല, സ്റ്റണ്ണിങ് ചെയ്യുന്ന സ്ഥലമുണ്ട്. അതുപോലെ ബേർഡ്സ് ജനറലി ആർ നോട്ട് ഫെഡ് ഫോർ 12 hours ബിഫോർ സ്ലാട്ടർ ടു എൻഷുർ ദാറ്റ് ദെയർ കോബ്സ് ആർ എംപ്റ്റി. എന്തിനാണ് 12 മണിക്കൂറിന് മുന്നേ ശരിക്കും പറഞ്ഞാൽ അവയ്ക്ക് ആഹാരം കൊടുക്കൽ നിർത്തും. പക്ഷെ നമ്മുടെ കടയിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് എന്താണ് അപ്പോഴും ഇങ്ങനെ ആഹാരം കൊടുത്തുകൊണ്ടിരിക്കും. കാരണം 10 ഗ്രാം കൂടുതൽ അല്ലെങ്കിൽ ഈ ക്രോപ്പ് ഇങ്ങനെ ഫുള്ളായിട്ടിരുന്നാൽ അതിൻ്റെ വെയിറ്റും കൂടെ ഇവന് ഇറച്ചി വിലയിൽ കിട്ടുമല്ലേ. ലൈവ് വെയിറ്റില്ലേ നമ്മൾ കൂട്ടുന്നേ അല്ലേടാ. ക്രോപ്പ് എന്ന് പറയുമ്പോൾ എന്നതാണ്, ഒരു ടെമ്പററി പൗച്ചാണേ. അതിൻ്റെ കൊക്കെന്ന് പറയും, കൊക്ക് ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ ഈസോഫാഗസിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു ടെമ്പററി പൗച്ചാണ് അത്. ഈ പറഞ്ഞ ബേർഡ്സിനെല്ലാം ഉണ്ട്, മിക്കവാറും ബേർഡ്സിനെല്ലാം ക്രോപ്പ് ഉണ്ട് നമുക്കറിയാം. അപ്പോൾ അവിടെ ശരിക്കും ദഹനം നടക്കുമെന്ന് വെച്ചാൽ ദഹനമൊന്നും വലുതായിട്ട് നടക്കുകയില്ല, പക്ഷേ ചെറിയൊരു ബാക്ടീരിയൽ ആക്ഷനൊക്കെ അവിടെ ഉണ്ട്. വാട്ടവർ അതോടെ നിൽക്കട്ടെ. ക്രോപ്പ് നിങ്ങൾ കണ്ടു കാണും, അല്ലെങ്കിൽ കോഴി എടുത്തിട്ട് നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു മുഴ പോലെ കാണാൻ പറ്റും, അതിനകത്ത് ഫീഡാണ്. ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്താണ്, 12 മണിക്കൂറിന് മുന്നേ എന്ത് ചെയ്യും, സ്ലാട്ടറിന് 12 മണിക്കൂർ മുന്നേ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ആയിരക്കണക്കിന് കോഴികളെയൊക്കെ ഓരോ ദിവസം പ്രോസസ് ചെയ്യുന്ന സെൻ്റർ ആണെന്നുണ്ടെങ്കിൽ 12 മണിക്കൂറിന് മുന്നേ അവയെ പട്ടിണി കിടും. കാരണം എന്താണ്, ഇത്രയേ ഉള്ളൂ. അവരുടെ ക്രോപ്പ് എംപ്റ്റി ആയി കഴിഞ്ഞാൽ ക്ലീനിങ് ഓപ്പറേഷൻസ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ വലിയ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം പുറത്തു പോകുന്ന ലൈവ് മീറ്റിനുള്ള വെയിറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അവൻ ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. അതുകൊണ്ട് അവൻ 12 മണിക്കൂർ മുന്നേ അത് സെറ്റ് ചെയ്തിടും അല്ലേ. അപ്പോൾ അവൻ അത്രയും തീറ്റ ലാഭിച്ചൂടെ, പല ലാഭമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. എന്താണ്, 12 മണിക്കൂറിന് മുന്നേ തീറ്റ സ്റ്റോപ്പ് ചെയ്യും, ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യും. അതെന്തിനാണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ക്രോപ്പ് എംപ്റ്റി ആയിരിക്കണം അറ്റ് ദ ടൈം ഓഫ് ഓപ്പറേഷൻ അല്ലേ. നമ്മൾ ഓപ്പറേഷൻ ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്രോപ്പ് ഈ കൊക്ക് എന്ന് പറയുന്ന സാധനത്തിലൊന്നും ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ അത്രയും വേസ്റ്റേജും കുറയ്ക്കാം, അത് വൃത്തികേടാകുന്നതൊക്കെ കുറയ്ക്കാം. ഓക്കെ, ബ്ലീഡിങ് മേ ടേക്ക് എനിവെയർ ഫ്രം 1 to 3 minutes ഡിപ്പെൻഡിങ് ഓൺ ദീസ് ഫാക്ടേഴ്സ് അല്ലേ. പല ഫാക്ടറിനെ അടിസ്ഥാനപ്പെടുത്തി എന്താണ്, മാക്സിമം 1 മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ബ്ലീഡിങ് നീണ്ടു നിൽക്കാം. ഇതൊന്നും കാണാതെ പിടിച്ചു വെക്കേണ്ട കാര്യമില്ല. കാരണം എന്നാലും നമ്മുടെ പുസ്തകത്തിൽ റെഫറൻസ് ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് അത് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. നമുക്ക് ശരിക്കും ന്യൂട്രീറ്റീവ് വാല്യൂ ആണ് കൂടുതൽ നോക്കേണ്ടത്, പക്ഷേ അതിനെക്കുറിച്ച് കുറച്ചേ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് കൂടുതൽ റിസർച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ബ്ലീഡിങ് സാധാരണ 1 മുതൽ 3 മിനിറ്റ് ആണ് അവസാനിക്കും. ഇനി ബട്ട് ബ്ലീഡിങ് മസ്റ്റ് ബി ക്വൈറ്റ് കംപ്ലീറ്റ് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ദ ഡിസൈറബിൾ വൈറ്റ് ഓർ യെല്ലോ സ്കിൻ കളർ ഇൻ ദ ഫൈനൽ ഡ്രസ്ഡ് ബേർഡ് അല്ലേ. നമുക്ക് ബ്ലീഡിങ് കൃത്യമായിട്ട് ക്വയറ്റ് കംപ്ലീറ്റ് ആയിരിക്കണമെന്ന് പറയുന്നു. അതിന് പ്രത്യേക കാരണവും എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ആ ഒരു സ്കിൻ ടോൺ ഉണ്ട് ഈ ഒരു ബേർഡിന്. ചിലതിന് വൈറ്റ് ടോൺ ആയിരിക്കും, ചിലതിന് യെല്ലോ ടോൺ ആയിരിക്കും. ഏത് ടോൺ ആണെന്നുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്ലീഡിങ് കംപ്ലീറ്റ് ആവണം. മനസ്സിലായോ? ബ്ലീഡിങ് കംപ്ലീറ്റ് ആവണം. നമ്മൾ ഇങ്ങനെയാണ് ബ്ലീഡ് ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് ബ്ലീഡിങ് നടക്കും. പലപ്പോഴും നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, കഴുത്തിറക്കും ഒരു പെട്ടിയിലോട്ട് ഇടും അല്ലേ. അപ്പോൾ അത് എങ്ങനെ കിടക്കുന്നെന്നോ ആ ബ്ലഡ് മൊത്തം ഒലിച്ചു പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ കംപ്ലീറ്റ് ബ്ലീഡിങ് നടക്കണമെന്നില്ല. ബ്ലീഡിങ് കംപ്ലീറ്റ് ആകുന്നത് വളരെ വളരെ നല്ലതാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്, കുറച്ച് ബയോളജിക്കലായിട്ടുള്ള റീസൺസ് എല്ലാം ഉണ്ട്. കാര്യം നമുക്ക് ഇത് ഭയപ്പെടുമ്പോൾ, ഈ ഒരു ബേർഡ് അല്ലെങ്കിൽ ഒരു അനിമൽ ഭയപ്പെടുമ്പോഴത്തേക്കും ഒരുപാട് എന്താണ് കെമിക്കൽസ് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും അല്ലേ, അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോൾ അതെല്ലാം ബ്ലഡിലോട്ട് പെട്ടെന്ന് കലരും. ആ ബ്ലഡ് നമ്മൾ കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റണ്ണിങ് എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നത്. സ്റ്റണ്ണിങ് പ്രാക്ടീസ് ചെയ്യുന്നതും അതുപോലെ നിങ്ങൾ ജാപ്പനീസ് എല്ലാം വലിയ ഫിഷിനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് സ്റ്റൺ ചെയ്യുന്ന കാണാൻ പറ്റും. അല്ലെങ്കിൽ എൻ്റെ ബ്രെയിനെ അവർ കലക്കി കളയും. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ബ്ലീഡിങ് കംപ്ലീറ്റ് ചെയ്യും അവർ. അത് വാല് മുറിച്ച് കണ്ട് ബ്ലീഡ് ചെയ്യും. അങ്ങനെ കുറേ പ്രോസസ് എല്ലാം അവർ ചെയ്യും ശാസ്ത്രീയമായിട്ട്. അതിൽ ഒരുപാട് സയൻറ്റിഫിക് ഫാക്ട്സ് അതിനകത്തുണ്ട്. നിങ്ങൾ കുറേ പേരെ കേട്ടിട്ടുണ്ടാവും, ഫുഡ് പഠിച്ചിട്ടുള്ള ആൾക്കാരെല്ലാം. ഇപ്പോൾ എന്തായാലും പോകുന്നില്ല. എന്തായാലും നോക്കാം. സ്ലാട്ടർ ആൻഡ് ബ്ലീഡിങ് കംപ്ലീറ്റ് ആവണം. ബ്ലീഡിങ് കംപ്ലീറ്റ് ആയാൽ ഇവിടെ ഒരു പ്രയോജനം എന്താ പറഞ്ഞിരിക്കുന്നത്, ഡ്രസ്ഡ് ബേർഡിന് കളർ ടോൺ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും അല്ലേ. യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് സ്കിൻ ടോൺ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ബ്ലീഡിങ് കംപ്ലീറ്റ് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ സ്കാൽഡിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആസ് ഈസി ആസ് ദാറ്റ്. എന്താണ്, ചൂടുവെള്ളത്തിൽ മുക്കുന്നു. നമ്മളിവിടെ അമ്മമാരൊക്കെ ചൂടുവെള്ളത്തിൽ മുക്കുമ്പോൾ പറയുന്നതാണ് പേന കൊല്ലാനാണ് എന്ന് പറയും. കോഴിപ്പേൻ ഉണ്ടാവില്ലേ, കോഴിയുടെ ശരീരത്തിൽ തന്നെ പരാത ജീവികളുണ്ടാവും അല്ലേ, ഫ്ലീസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഫെദർ മാറ്റുക എന്ന് പറയാം. പ്രത്യേകിച്ച് പിൻ ഫെദർ എല്ലാം റിമൂവ് ചെയ്യാൻ നല്ല ടൈറ്റ് ആയിരിക്കും.
അല്ലേ, അത് ഈസി ആയിട്ട് മാറും എന്നുള്ളതാണ്. അതിനാണ്ടിയാണ് നമ്മൾ ഈ വെള്ളത്തിൽ മുക്കുന്നത്. നോക്കാം, ആഫ്റ്റർ ബ്ലീഡിങ് ദ ബേർഡ്സ് ആർ കൺവേർഡ് ത്രൂ എ സ്കാൽഡിംഗ് ടാങ്ക്. ഒരു സ്കാൽഡിംഗ് ടാങ്ക്, ഇതൊരാൾ മാനുവലി സ്കാൽഡിംഗ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ഇളം ചൂടുവെള്ളത്തിൽ മുക്കിയെടുക്കുക എന്നുള്ളത്, അല്ലേ. നമുക്ക് ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഒരു സ്കാൽഡിംഗ് ടാങ്ക് വഴി ഈ സാധനത്തിനെ കൺവെയർ ബെൽറ്റ് വഴി വിടും. എവിടെ, വലിയ ഇൻഡസ്ട്രിയിൽ, അല്ലേ. അതുപോലെ സ്കാൽഡിംഗ് ലൂസൻസ് ദ ഫെദേഴ്സ് ആൻഡ് മേക്സ് ഫോർ ഈസിയർ പ്ലക്കിംഗ് ആൻഡ് പിൻ ഫെദർ റിമൂവൽ. പിൻ ഫെദർ റിമൂവൽ എന്ന് പറയുന്നത്, പിൻ ഫെദർ ബാക്കിലുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫെദേഴ്സ് ആണ്, കുത്തി വെച്ചതുപോലെ ഇരിക്കും, അല്ലേ. അതുപോലെ എന്താണ്, ഫെദർ ലൂസ് ആവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്കാൽഡിങ് നമ്മൾ ചെയ്യുന്നത്. വളരെ സിമ്പിൾ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, ഒരുപാട് സമയം നമ്മളിൻ്റെ പേർക്ക് അറിയേണ്ട കാര്യമില്ല. നോക്കാം, the higher the temperature, the shorter the time required, but careful time and temperature control is very important because at higher temperature there is a greater chance of removal of portions of skin in the defeathering machines, അല്ലേ. നോക്കാം, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കുറച്ച് സമയം വെച്ചാൽ മതി. എന്തിന്, ഈ സാധനം ലൂസായി കിട്ടാൻ, അല്ലേ, നമുക്ക് ഇത് പ്ലക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ടൈം നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. എവിടത്തെ പോലെ തന്നെ, എവിടെ നമ്മൾ പാസ്ചറൈസേഷൻ പഠിച്ചില്ലേ, പാസ്ചറൈസേഷനിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ടൈം കുറയും, അല്ലേ. അങ്ങനെ തന്നെ ഇവിടെയും നോക്കാം. ഇവിടെ നോക്കാം, രണ്ട് കോമ്പിനേഷൻ പറഞ്ഞു പറയുന്നുണ്ട്, നോക്കണം കേട്ടോ. സ്കാൽഡിംഗ് മേ ബി ഡൺ അറ്റ് 60 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഇൻ അബൌട്ട് 45 സെക്കൻഡ്സ്. 60 ഡിഗ്രി ചൂടുള്ള വെള്ളമാണെങ്കിൽ 45 സെക്കൻഡ് മുക്കി പിടിച്ചാൽ മതി, അല്ലേ. അതല്ലാന്നുണ്ടെങ്കിൽ സ്കിൻ റിമൂവൽ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ 52 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 2 മിനിറ്റ് പിടിച്ചാലും സെറ്റാവും. സ്കിന്നിൻ്റെ പുറമെ ഒരു ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞ ആവരണമുണ്ട്, ആ ആവരണമൊക്കെ ചിലപ്പോൾ ഈ പറഞ്ഞ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ ഇളകിപ്പോവും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനും, അല്ലെങ്കിൽ സ്കിന്ന് പൊട്ടിപ്പോയി കഴിഞ്ഞാലും നമുക്ക് പലപ്പോഴും കീപ്പിംഗ് ക്വാളിറ്റി കുറയുന്നുള്ളതാണ്. ബ്രോക്കൺ സ്കിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്കിന്ന് വഴി അകത്തേക്ക് കണ്ടാമിനേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് എന്തിന് സ്കാൽഡിങ് ചെയ്യുന്നു, എന്തിനാ ചെയ്യുന്നത്, വളരെ സിമ്പിൾ, ഈസി പ്ലക്കിംഗ് ഓഫ് ഫെദർ ആൻഡ് പിൻ ഫെദർ റിമൂവൽ, 2 കാരണങ്ങൾ, അല്ലേ, എന്തിനു ചെയ്യുന്നു. അതുപോലെ ടെമ്പറേച്ചർ കൂടുന്തോറും സ്കാൽഡിങ്ങിൻ്റെ ടൈം നമുക്ക് കുറഞ്ഞിരിക്കും. അപ്പോൾ സാധാരണ ചെയ്യുന്നത് 60 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണെന്നുണ്ടെങ്കിൽ 45 സെക്കൻഡ് നമ്മൾ മുക്കി പിടിച്ചാൽ മതി വെള്ളത്തിൻ്റെ, അല്ലേ. അതേസമയം കുറച്ചും കൂടെ സേഫായിട്ട്, അല്ലേ, സ്കിന്നൊന്നും ഒട്ടും പോകാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 52 ഡിഗ്രി സെൻറ്റിഗ്രേഡുള്ള വെള്ളത്തിൽ 2 മിനിറ്റ് മുക്കി പിടിച്ചാലും നമുക്ക് ഈ സ്കാൽഡിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ. അപ്പം സ്കാൽഡിങ്ങിൽ ഇത്ര മാത്രം പഠിച്ചാൽ മതി. ഇത് ഇങ്ങനെ വലിച്ചു വാരി കൊടുത്തേക്കണമെന്നുണ്ടെങ്കിൽ അത്രയും പഠിക്കാൻ നിൽക്കണ്ട. ഡീഫെദറിങ് ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. എന്താണ്, പൂട പിന്നുന്നു. Defeathering is commonly done mechanically by a device that has a rotating rubber fingers. This removes all but a few pin feathers, which may be removed by dipping the bird in melted wax, chilling to harden the wax and then peeling off. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഡീഫെദറിങ് നമ്മൾ പഠിച്ചു, അല്ലേ. ഡീഫെദറിങ് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് റൊട്ടേറ്റ് ചെയ്യും, ഇത് റൊട്ടേറ്റ് ചെയ്യല. അതൊരു റബ്ബർ ഫിംഗറാണ് ഇരിക്കുന്നത്, അല്ലേ. അത് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഇതിനെ നമ്മുടെ ഈ ഫെദറിനെ എല്ലാം പിക്ക് ചെയ്യും. പിൻ ഫെദർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫെദർ ആണെന്ന് പറഞ്ഞായിരുന്നു. അതല്ല പിൻ ഫെദർ. പിൻ ഫെദർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്ന്, അതായത് നമ്മുടെ എന്താണ്, ഒരു സൂചി കുത്തി വെച്ചതുപോലെയുള്ള ഫെദറുകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ചെറിയ ഫെദറുകൾ, കുഞ്ഞ് ഐ മീൻ എന്താണ്, അതിങ്ങനെ പൊടിച്ചു വരുന്നതേ ഉള്ളൂ, മനസ്സിലായില്ലേ. അത്തരത്തിലുള്ള ഫെദറുകൾ, കൊച്ചു ഫെദറുകൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കയ്യിൽ പിടിച്ചാൽ കിട്ടുന്നതെല്ലാം എടുത്ത് കളയാൻ പറ്റും. പിന്നെ അവസാനമുള്ള ചെറിയൊരു സാധനം, അതാണ് പിൻ ഫെദർ കേട്ടോ. അപ്പോൾ അതിനെ ഇത്തരത്തിൽ ഒരു വാക്സിൽ, അല്ലെ, മെൽറ്റ് ചെയ്ത വാക്സിൽ മുക്കിയിട്ട് അതിനെ ഉണങ്ങിയിട്ട് അത് വലിച്ച് കളയുമ്പോഴത്തേക്കും അതും കൂടെ പോകുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, ഡീഫെദറിങ്. അടുത്ത നോക്കാം, എവിസറേഷൻ. എവിസറേഷൻ ഇത്രയേ ഉള്ളൂ, വിസറൽ ഓർഗൻസ് നീക്കം ചെയ്യുന്ന പരിപാടിയാണ് എവിസറേഷൻ. എവിസറേഷൻ ജനറലി ഡൺ ഇൻ എ സെപ്പറേറ്റ് കൺട്രോൾ കൂൾ റൂം, അല്ലേ. ഇത്രയേ ഉള്ളൂ. അന്ന് നിങ്ങൾ ചുമ്മാ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ട. എന്താണ് എവിസറേഷൻ എന്ന് അറിഞ്ഞിരിക്കുക. അവിടെ ഒരു പോയിന്റ് നിങ്ങൾ നോക്കിയത്, ഗിബ്ലെറ്റ്. ഗിബ്ലെറ്റ് എന്ന് പറഞ്ഞാൽ എഡിബിൾ പോർഷൻ ഓഫ് വിസറ ഇൻ പൗൾട്രി. പൗൾട്രിയിലെ എന്താണ് എഡിബിൾ പോർഷനെയാണ് നമ്മൾ ഗിബ്ലെറ്റ് എന്ന് വിളിക്കുക. നോക്കാം, ഇനി എന്താണ്, എവിസറേഷൻ ഇൻക്ലൂഡ്സ് ഇൻസ്പെക്ഷൻ ഓഫ് ദ വിസറ ബൈ എ വെറ്റിനറിയൻ ഓർ സം അണ്ടർ സച്ച് സൂപ്പർവിഷൻ, അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ സമയത്താണ് നമ്മുടെ ഈ സൂപ്പർവിഷൻ ചെയ്യുന്നത്. പ്രത്യേകിച്ച് വലിയ വലിയ ഫാക്ടറികളിലെല്ലാം എവിസറേഷൻ ചെയ്യുമ്പോഴത്തേക്കും സൂപ്പർവിഷൻ ചെയ്യും. കാര്യം അതിൻ്റെ ലിവർ എല്ലാം ഫങ്ഷനിങ് ആണോ, അല്ലെങ്കിൽ പല ഡിസീസുകളുടെയും ഇൻഡിക്കേറ്റിംഗ് ആണ് ലിവർ. അതായത് പിൻ പോയിന്റ് ഹെമറേജ് കണ്ടു കഴിഞ്ഞാൽ പല ഡിസീസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇത് വിസറ കണ്ടു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇൻസ്പെക്ഷൻ നടക്കുന്നത് എവിടെയാണ്, ഈ എവിസറേഷൻ സമയത്താണ്.
ഇനി നോക്കാം, ദ ലങ്സ് ആൻഡ് അതർ ഓർഗൻസ് ദാറ്റ് ആർ ഡിഫിക്കൽട്ട് ടു ഡിസ്ലോഡ്ജ് മേ ബി റിമൂവ്ഡ് ബൈ സക്ഷൻ ട്യൂബ്സ് അല്ലേ. അതായത് ലങ്സ് അതേപോലെ കിഡ്നി ഈ രണ്ട് സാധനവും റിമൂവ് ചെയ്യാൻ ഇത്തിരി പാടാണ്. എന്തിൻ്റെ കാര്യത്തിൽ? ചിക്കൻ്റെ കാര്യത്തിൽ. ബാക്കിയുള്ള ഈ സാധനം എല്ലാം ഒറ്റ വലിയിൽ ഇഞ്ഞ് പോരും. ലങ്സ് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ വാരിയലിൻ്റെ അകത്തോട്ട് ഇരിക്കുന്ന ഒരു മഞ്ഞലൊരു റോസ് കളറിലുള്ള ഒരു ചെറിയ ഭാഗമാണ്. അത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. നിങ്ങൾ ഗ്രിൽഡ് ചിക്കനൊക്കെ ആണെങ്കിൽ ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വാരിയലിനകത്ത് എന്തോ ഇരിക്കുന്നു, അല്ലെ മുതുകത്ത് ഇങ്ങനെ അല്ലേ ഇരിക്കും. നമ്മളെപ്പോലെ ലങ്സ് അല്ല അവർക്ക്. നമുക്കാണെങ്കിൽ ഡയഫ്രം ഉണ്ട്, പക്ഷേ ബേർഡ്സിന് ഡയഫ്രം അല്ല. ബേർഡ്സിന് അതിന് പകരം എയർ സാക്കുകളാണുള്ളത്. ഏകദേശം 9 എയർ സാക്ക് ഉണ്ട്, ഓർമ്മ ശരിയാണെങ്കിൽ 9 എയർ സാക്ക് ഉണ്ട്. അതിനകത്തൂടെയാണ് ശരിക്കും നമ്മുടെ ലങ്സ് കണക്കല്ല ഈ പരിപാടി ഒന്നും അവർക്കില്ല. അതിനകത്തൂടുള്ള എയറിൻ്റെ സഞ്ചാരമാണ് അവരെ ശ്വസിക്കാൻ പ്രാപ്തമാക്കുന്നത്. അവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ ലങ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ ഈ മുതുകത്ത് ഇങ്ങനെ ഇരിക്കുന്നില്ല, അതിനകത്തോട്ട് ഇങ്ങനെ ഒതുക്കി വെച്ച പോലെയാണ് നമ്മുടെ ലങ്സ് ഇരിക്കുന്നത്. അത് എടുത്ത് കളയാൻ ഇച്ചിരി എന്താണ് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സക്ഷൻ വഴിയാണ് എടുത്ത് കളയുന്നത്. സാധാരണ നമുക്ക് ഇവിടെയൊക്കെ വരുന്ന ചിക്കനിൽ അതൊന്നും എടുത്ത് കളയാറില്ല. സാധാരണ വിസറ നമ്മുടെ മാറ്റുന്നത് എന്തൊക്കെ മാറ്റും? അതിൻ്റെ എന്താണ് അന്നനാളം കംപ്ലീറ്റ് മാറ്റും അല്ലേ. അതിൻ്റെ കൂടെ ഈ പറഞ്ഞ ക്രോപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ എന്തുണ്ടായിരിക്കും? ഗിസാഡ് ഉണ്ടായിരിക്കും. ഗിസാഡ് എന്ന് പറയുമ്പോൾ മസ്കുലാർ സ്റ്റൊമക്ക് ഓഫ് ചിക്കൻ അല്ലെങ്കിൽ എനി പൗൾട്രി, എല്ലാ ബേർഡ്സിനും ഉള്ള ഒരു മസ്കുലാർ സ്റ്റൊമക്കാണ് ഗിസാഡ് എന്ന് പറയുന്നത്. നമ്മൾ മാങ്ങ എന്നൊക്കെ പറയില്ലേ, അത് നല്ല കട്ടിയുള്ള മസിൽസ് ആയിരിക്കും. നമ്മൾ മുറിച്ച് അതിനകത്തുള്ള വേസ്റ്റ് എടുത്ത് കളഞ്ഞിട്ട് അത് കഴിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എഡിബിൾ പോർഷൻ ഓഫ് ദ വിസറ ഇൻ പൗൾട്രി നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട് മക്കളെ, ഗിബ്ലെറ്റ് എന്ന് കേട്ടോ. ഇത് ഓർത്ത് വെച്ചോളണേ, ഗിബ്ലെറ്റ്. അപ്പോൾ എവിസറേഷൻ നോക്കുക എന്താണ്? ഇത്രയേ ഉള്ളൂ. റിമൂവൽ ഓഫ് വിസറൽ ഓർഗൻസിന് നമ്മൾ എവിസറേഷൻ എന്ന് പറയുക അല്ലേ. അപ്പോൾ ഈ വെറ്റിനറി സർജൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇൻസ്പെക്ഷൻ നടക്കുന്നത് ഈ എവിസറേഷൻ്റെ സമയത്താണ്. എവിസറേഷൻ ഓരോ ബേർഡിൻ്റെയും വിസറ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഡിസീസ് ഉണ്ടോയെന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ലേ. അതുപോലെ ലങ്സും അതുപോലെ കിഡ്നിയും നമുക്ക് സാധാരണ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെ ഡിസ്ലോഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ എന്താണ് സക്ഷൻ ട്യൂബ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്ലോഡ്ജ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ഇനി എന്താ പറയുന്നത്, ചില്ലിങ് അല്ലേ. ചില്ലിങ് എന്ന് പറയുമ്പോൾ നമ്മൾ മിൽക്കിന്റെ ഭാഗത്ത് പഠിച്ചിട്ടുണ്ട് ചില്ലിങ്ങിനുള്ള ഗുണം എന്താണെന്നുള്ള കാര്യം. പക്ഷേ ഇവിടെയും അതുപോലെ തന്നെ നോക്കാണ്. ദ വാഷ്ഡ് ബേർഡ്സ് ആർ റാപ്പിഡ്ലി ചിൽഡ് ഫ്രം 32 ഡിഗ്രി ടു എന്താണ് സാധാരണ 32 ഡിഗ്രി ആണ് നമ്മുടെ റൂം ടെമ്പറേച്ചർ. എങ്ങോട്ട് പോകും? 2 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചില്ല് ചെയ്യും അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ഏതിലാണ്? ഇത് നോർമൻ പോർട്ടറിലെ ടെമ്പറേച്ചറിലാണ്. ഈ 1.7 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ശ്രീലക്ഷ്മി ടെക്സ്റ്റ് ബുക്കിലെ ടെമ്പറേച്ചറാണ്. ചില്ലിംഗ് ടെമ്പറേച്ചർ ചെറിയ വേരിയേഷൻ ഉണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വേരിയേഷൻ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ എന്തിനാ ചില്ലിംഗ് ചെയ്യുന്നത്? ആസ് യൂഷ്വൽ നമ്മൾ മിൽക്കിൽ ചെയ്തതുപോലെ തന്നെ ടു പ്രിവെന്റ് ബാക്ടീരിയൽ സ്പോയിലേജ് ആൻഡ് പ്രിസർവ് ക്വാളിറ്റി അല്ലേ. എന്താണ്? ചില്ല് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ടീരിയയുടെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് തടയാൻ കഴിയും അല്ലേ. ക്വാളിറ്റി ഡിറ്റീറിയേഷൻ നമുക്ക് കുറയ്ക്കാനും പറ്റും എന്നുള്ളത്. അതുപോലെ കൂളിംഗ് ഈസ് ആൾസോ ഇമ്പോർട്ടൻറ്റ് ഇൻ ടേംസ് ഓഫ് ടെൻഡർനെസ് ഓഫ് മീറ്റ് അല്ലേ. അതുപോലെ മീറ്റിൻ്റെ ടെൻഡർനെസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കൂളിംഗ് എന്ന് പറയുന്ന പരിപാടിയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത ഉടനെ പാകം ചെയ്താൽ അത് ശരിക്കും എന്തായി മാറില്ല, ഇറച്ചിയായി മാറില്ല. അത് മാംസം മാത്രമായിരിക്കും. മാംസവും ഇറച്ചിയും തമ്മിൽ കെമിക്കലി ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ. കെമിക്കലിയും അതുപോലെ തന്നെ ഫിസിക്കലിയൊക്കെ വ്യത്യാസമുണ്ട്. അതായത് കൃത്യമായിട്ടുള്ള എൻസൈമാറ്റിക് ആക്ഷൻ എല്ലാം നടന്ന് അതിൻ്റെ മസിൽസ് എല്ലാം റിലാക്സ് ആയി നമുക്ക് കഴിക്കാനും കൂടുതൽ എഡിബിൾ ആകാനൊക്കെ പാകത്തിനായി വരണം. അതെല്ലാം നിങ്ങളെ മീറ്റിൻ്റെ കാര്യങ്ങളിൽ പഠിപ്പിക്കും, മീറ്റ് സയൻസിൽ പഠിപ്പിക്കും. ആ ഏരിയ വരുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് ടെൻഡറൈസേഷൻ, അതുപോലെ സ്മോക്കിംഗ് മൂലം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏജിങ് ഓഫ് മീറ്റ്, ഇതെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം ചെയ്യുന്നതുകൊണ്ട് എന്തെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയെടുക്കാമെന്ന് മനസ്സിലാക്കാം. വാട്ട് എവർ കൂളിംഗ് ഈസ് ആൾസോ ഇമ്പോർട്ടൻറ്റ് ഇൻ ടേംസ് ഓഫ് ടെൻഡർനെസ് ഓഫ് മീറ്റ് അല്ലേ. മീറ്റ് ടെൻഡർ ആകാൻ വേണ്ടി നമ്മൾ കൂൾ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അതായത് ഒന്നുകൂടെ എടുത്ത് പറയാം, നിങ്ങൾ ഇനി മീറ്റ് വാങ്ങുമ്പോഴത്തേക്കും ഇല്ലെങ്കിൽ നിങ്ങൾ ഇനി ഇറച്ചി വാങ്ങുമ്പോൾ തലേ ദിവസം മേടിച്ച് ഫ്രിഡ്ജ് വെച്ചിട്ട് പിറ്റേന്ന് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ചുകൂടെ മെച്ചപ്പെട്ട നല്ല കറിയായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത് കേട്ടോ. അതേസമയം നമ്മൾ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു മേഖലയെക്കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക്. അയ്യോ, ഞാൻ കൊണ്ടുവന്ന് ഫ്രഷ് സാധനം അപ്പം വെട്ടിയ സാധനം കൊണ്ടുവന്ന് കറി വെച്ചാൽ ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല റബ്ബറി ആയിട്ടിരിക്കും. അതായത് നമ്മളൊരു പക്ഷേ സ്റ്റേക്കൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചോ, സ്റ്റേക്കൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ബീഫ് സ്റ്റേക്ക് നമ്മുടെ ഇപ്പോൾ ബ്രിസ്ക്കറ്റൊക്കെ വെച്ചിട്ടാണ് സ്റ്റേക്ക് ഉണ്ടാക്കുന്നത്. ബ്രിസ്ക്കറ്റ് എന്ന് പറയുന്നത് ബിഗ് പീസ് ഓഫ് മീറ്റ് അല്ലേ, ഇൻ ബിറ്റ്വീൻ ദ 4 limbs. അപ്പോൾ ആ ഒരു പീസൊക്കെ വെച്ച് നമ്മൾ സ്റ്റേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ടെൻഡർ ജ്യൂസി എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ ആ സാധനം കിട്ടുകയല്ല. അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പോൾ എന്താണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഉറപ്പായിട്ടും ലൈവിൽ പ്രയോജനം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അതിലേക്ക് വരാം. എന്തായാലും കൂളിംഗ് ഈസ് ആൾവേസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ടേംസ് ഓഫ് ടെൻഡർനെസ് ഓഫ് മീറ്റ് അല്ലേ.
ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ചില്ലിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാം പാക്കേജിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കാം പാക്കേജിങ് നോക്കാം. ദ ഗ്രേഡഡ് പൗൾട്രി ഓർ പൗൾട്രി പാർട്സ് may now be packaged as fresh poultry in boxes surrounded by crushed ice. If so, birds must be kept below 4 degrees centigrade and moved to retail channels rapidly since shelf life may be only a few days. പണ്ടത്തെ പരിപാടിയാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമ്മൾ പൗൾട്രി ഗ്രേഡ് ചെയ്തതിന് ശേഷം പാക്കേജ് ചെയ്തിട്ട് ഐസ് ഇട്ടിട്ട് ഒരു ബിലോ 4 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മളത് കൊടുക്കണം എന്നുള്ളതാണ്. ഇതിൻ്റെ ഷെൽഫ് ലൈഫ് വളരെ കുറവാണ്. ഇതിൻ്റെ ഷെൽഫ് ലൈഫ് ആൾവേസ് ഡിപ്പെൻഡ് ഓൺ ദ ബാക്ടീരിയൽ ലോഡ് അല്ലേ. ബാക്ടീരിയൽ ലോഡ് ഓഫ് കോഴ്സ് അവിടെ ഉണ്ടാവും. അത് ഷുഡ് ബി എത്ര, ഒരു 10,000 അല്ലേ, 10,000 ഓർഗാനിസംസ് പെർ സ്ക്വയർ സെൻറ്റിമീറ്റർ. ഒരു സ്ക്വയർ സെൻറ്റിമീറ്ററിൽ 10,000 ഓർഗാനിസംസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഏറെക്കുറെ സാധാരണ ഉണ്ടാകും, ഒത്തിരി ഉണ്ടാവും എന്തായാലും. നമ്മൾ എത്രയും കുറയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാലും വിച്ച് ഈസ് നോട്ട് അൺകോമൺ അല്ലേ. അത് അൺകോമൺ ഒന്നും അല്ല, സാധാരണ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ ഈ ഒരു 4 ഡിഗ്രി സെൻറ്റിഗ്രേഡ് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ബാഡ് ഓർഡറും ഒരു സ്ലൈം അല്ലേ, ബാക്ടീരിയൽ സ്ലൈമൊക്കെ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട്. എങ്ങനെ, 6 ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കാണാൻ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം, ടു അവോയ്ഡ് ദിസ് ഡീപ് ചില്ലിംഗ് പ്രോസസ് ദിസ് വാസ് ഡെവലപ്ഡ് വിച്ച് ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് എത്ര, -1 to -2 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വിച്ച് ഈസ് എബോവ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പൗൾട്രി മീറ്റ് ഫ്രീസിംഗ് പോയിന്റ് ആകുന്നതിന് തൊട്ട് മുകളിലുള്ള ടെമ്പറേച്ചറിൽ -1 അല്ലെങ്കിൽ -2 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീപ് ചില്ലിംഗ് പോസിബിൾ ആവും. എന്താണ് ഡീപ് ചില്ലിംഗ് പോസിബിൾ ആവും അല്ലേ. 0 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വെച്ച് കഴിഞ്ഞാൽ പൗൾട്രി എന്താവില്ല, മീറ്റ് ഫ്രീസ് ആവില്ല. -1 -2 വെച്ചാലും പൗൾട്രി മീറ്റ് ഫ്രീസ് ആവും. -3 പോയാലേ പൗൾട്രി മീറ്റ് ഫ്രീസ് ആയി മാറത്തുള്ളൂ അല്ലേ, അത് ഫ്രീസായി കട്ടിയാവത്തുള്ളൂ. ഫൈൻ. അപ്പോൾ എന്താണ്, ഇതിനെ നമുക്ക് ഈ ടെമ്പറേച്ചറിനെ എങ്ങനെ, ഈ ടെമ്പറേച്ചറിൽ -1 to -2 വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മക്കളെ, നമുക്ക് ഡീപ് ചില്ലിംഗ് വഴി കൂടുതൽ സമയം നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ, അത് സൂക്ഷിക്കാൻ പറ്റും. മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിംഗ് MAP നിങ്ങളെ പഠിപ്പിക്കും അല്ലേ. MAP ഈസ് ആൾസോ യൂസ് ടു ഷിപ്പ് പ്രീ പാക്ഡ് പൗൾട്രി പ്രൊഡക്ട്സ്. അപ്പോൾ എന്താണ് മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിംഗ് അല്ലേ, MAP. സാധാരണ നമുക്കറിയാം ഇനേർട്ട് ഗ്യാസ് ആയിട്ടുള്ള നമ്മുടെ നൈട്രജൻ പോലുള്ള ഗ്യാസുകളൊക്കെ അതിനകത്ത് ഉപയോഗിക്കാറുണ്ട്, മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിംഗ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു അത്തരത്തിൽ എന്താണ് മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിംഗ് മാത്രം പോരാ, അതിനോടൊപ്പം എന്താണ് ടെമ്പറേച്ചർ കൺട്രോളും കൂടെ വേണം അല്ലേ. ബോത്ത് ഓഫ് ദീസ് ടെക്നോളജീസ് വിത്ത് കൺട്രോൾ റെഫ്രിജറേഷൻ ക്യാൻ പ്രൊഡ്യൂസ് എ പ്രോഡക്റ്റ് വിച്ച് ഹാസ് എ ഷെൽഫ് ലൈഫ് ഓഫ് 18 to 21 days പോസ്റ്റ് സ്ലോട്ടർ അല്ലേ. അപ്പോൾ ഈ മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിങ്ങും അതുപോലെ നമ്മുടെ എന്താണ് ഡീപ് ചില്ലിങ്ങും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 18 മുതൽ 21 ദിവസം വരെയൊക്കെ എന്താണ് ഇത് കേടാകാതെ സൂക്ഷിക്കാൻ നമുക്ക് പറ്റുമെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കുക. പാക്കേജിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ കൂടുതലൊന്നും പഠിക്കാനില്ല. പണ്ടത്തെ പാക്കേജിംഗ് രീതി 4 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ അവിടെ നമ്മൾ എന്താണ് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ടാണ് സറൗണ്ട് ബൈ ക്രഷ്ഡ് ഐസ്, പൊട്ടിച്ച ഐസൊക്കെ ഇട്ടിട്ടാണ് നമ്മളതിനെ എന്ത് ചെയ്യുന്നത്, പാക്കേജിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ചധികം വെയിറ്റ് ഒക്കെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ അതുപോലെ ഷെൽഫ് ലൈഫും കുറവായിരുന്നു അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. പക്ഷേ അതേസമയം നമ്മൾ ഡീപ് ചില്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്, ഡീപ് ഫ്രീസിംഗ് അല്ല മക്കളെ, ഡീപ് ചില്ലിംഗ് -1 to -2 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നമ്മൾ ഡീപ് ചില്ലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിനോടൊപ്പം മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജിംഗ് MAP കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 18 മുതൽ 21 ദിവസം വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ദ ടിപ്പിക്കൽ ഏജ് റേഞ്ച് ഫോർ എ ബ്രോയിലർ ഓർ ഫ്രയർ ചിക്കൻ? ബ്രോയിലർ അല്ലെങ്കിൽ ഫ്രയർ ചിക്കൻ്റെ ഏജ് റേഞ്ച് എത്രയാണ് മക്കളെ, എത്ര വരുന്നത്? എത്ര വരുന്നുണ്ട്? 8 മുതൽ 10 ആഴ്ച കാലം അല്ലേ. 8 മുതൽ 10 ആഴ്ച ആകുമ്പോഴത്തേക്ക് എത്ര, 2.5 മാസമാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഓക്കെ. അതുപോലെ വിച്ച് ടൈപ്പ് ഓഫ് പൗൾട്രി ഈസ് ജനറലി പ്രിഫേർഡ് ഫോർ പ്രോസസിംഗ് ഇൻ ടു ഫ്രഷ് ഓർ ഫ്രോസൺ ചിക്കൻ ഡ്യൂ ടു ഇറ്റ്സ് ടെൻഡർനെസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും ബ്രോയിലർ ഓർ ഫയർ അല്ലേ, അതിന് ഏറ്റവും ടെൻഡർ ആയിട്ടുള്ള മീറ്റ് ബ്രോയിലറിനാണുള്ളത് അല്ലേ. അതുപോലെ അറ്റ് വാട്ട് ഏജ് ഈസ് എ ചിക്കൻ കൺസിഡേർഡ് റോസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്, 3 to 5 monthsലാണ് നമുക്ക് എന്ത് പറയുന്നത്, എന്താണ് റോസ്റ്റർ പറയാൻ പറ്റുന്നത് അല്ലേ. യെസ്. അതുപോലെ വാട്ട് ഈസ് കാപ്പോൺ എന്താണ്, എ കാസ്ട്രേറ്റഡ് മെയിൽ ചിക്കനാണ് നമ്മൾ എന്ന് വിളിക്കുക, കാപ്പോൺ എന്ന് വിളിക്കുക. ഒന്ന് ഉറച്ചു പറയണം, ഉത്തരം പറയണം കേട്ടോ, ഉത്തരം പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ. ഓക്കെ. അതുപോലെ വിച്ച് ടേം ഡിസ്ക്രൈബ്സ് എ മെയിൽ ചിക്കൻ യൂഷ്വലി അണ്ടർ 10 months ഓഫ് ഏജ് വിത്ത് കൊയർ സ്കിൻ ആൻഡ് ഡാർക്കൻഡ് ഫ്ലഷ് അല്ലേ. 10 മാസം താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കൂടാ, സ്റ്റാഗ് എന്ന് വിളിക്കുന്നു പഠിച്ചല്ലേ, മറന്നില്ലല്ലോ, ഓർമ്മയുണ്ടല്ലോ, സ്റ്റാഗ് എന്ന് വിളിക്കും. ഓക്കെ. അതുപോലെ വാട്ട് ഡിസ്റ്റിങ്വിഷസ് ബിറ്റ്വീൻ സ്റ്റ്യൂയിങ് ചിക്കൻ ഫ്രം അതർ ടൈപ്സ് ഓഫ് പൗൾട്രി? എന്താണ്, ഇറ്റ് ഈസ് ആൾവേസ് യങ്ങർ ദാൻ 10 months, തെറ്റ്. ഇറ്റ് ഈസ് മോർ ടെൻഡർ വിത്ത് അല്ല, ഇറ്റ് ഹാസ് എ മീറ്റ് ലെസ് ടെൻഡർ ദാൻ റോസ്റ്റർ ആൻഡ് ആൻ ഇൻഫ്ലെക്സിബിൾ ബ്രസ്റ്റ് ബോൺ ടിപ്പ്, ശരിയായ ഉത്തരം അല്ലേ.
ഓക്കെ. താഴെ തന്നെ ഇറ്റ് ഹാസ് എ ഫ്ലെക്സിബിൾ ബ്രസ്റ്റ് ബോൺ കാറ്റലേജ്. തെറ്റ്. എന്താണ് 10 മാസത്തിന് മുകളിൽ വരുമ്പോഴത്തേക്കും എന്താണ് അതിൻ്റെ ബ്രസ്റ്റ് ബോൺ ടിപ്പ് എന്തായിരിക്കും, ഫ്ലെക്സിബിൾ അല്ലാതെ അത്ര കൃത്യമായിട്ട് പാൽപ്പേറ്റ് നമുക്ക് അറിയാൻ പറ്റും അല്ലേ. അതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു വ്യത്യാസം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് വാട്ട് ഏജ് എ കോക്ക് ഓർ ഓൾഡ് റൂസ്റ്റർ ടിപ്പിക്കലി ഫൗണ്ട്? എങ്ങനെയാണ്? ഓവർ 10 months അല്ലേ, 10 മാസത്തിന് മുകളിൽ കഴിഞ്ഞാൽ കോക്ക് അല്ലെങ്കിൽ ഓൾഡ് റൂസ്റ്റർ ആയി. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് എ ബ്രോയിലർ ഓഫ് ഫ്രൈ സ്കിൻ ആൻഡ് ബ്രസ്റ്റ് ബോൺ കാറ്റലേജ്? എന്താണ്? ടെൻഡർ വിത്ത് സോഫ്റ്റ് അല്ലേ, അതുപോലെ പ്ലയബിൾ സ്കിൻ ആൻഡ് ഫ്ലെക്സിബിൾ ബ്രസ്റ്റ് ബോൺ കാറ്റലേജ്, അതാണ് വരുന്നത് അല്ലേ. ഓക്കെ. അതുപോലെ നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് ദ ഫീഡ് കൺവേർഷൻ റേഷ്യോ ഫോർ റേസിംഗ് 2.3 kg ബ്രോയിലർ? എത്ര? 2.3 kg ബ്രോയിലർ ആകുമ്പോഴത്തേക്ക് എത്ര വരും? എത്ര വരും? 1.8 kg അല്ലേ. 1.8 kg ഫീഡ് പെർ കിലോഗ്രാം ഓഫ് ബേർഡ്. ആ റേഷ്യയിലാണ് വരുന്നത് അല്ലേ. എത്രയാണ്? 1.8 kg ഫീഡ് പെർ കിലോഗ്രാം ഓഫ് വെയിറ്റ് അല്ലേ. ഓക്കെ. അപ്പോൾ എത്രയാണ്? 1 കിലോഗ്രാം ബേർഡിന് അല്ലെ 1 കിലോഗ്രാം ചിക്കൻ നമുക്ക് ഉൽപ്പാദിപ്പിക്കും 1.8 കിലോഗ്രാം ഫീഡ് നമുക്ക് ആവശ്യമാണ്. അതിൻ്റെ റേറ്റ് എന്ന് പറയും. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കോമൺലി ക്ലാസിഫൈഡ് അണ്ടർ പൗൾട്രി? താഴെ തന്നിരിക്കുന്നത് പൗൾട്രിയുടെ ക്ലാസിഫിക്കേഷൻ വരാത്ത ചിക്കൻ, ഡക്ക്, എമു, ഡോവ് വരില്ല അല്ലേ. ഓക്കെ. അപ്പോൾ അടുത്ത് നോക്കാം. വാട്ട് ഫീച്ചേഴ്സ് ക്യാരക്ടറൈസസ് എ റോസ്റ്റർ ചിക്കൻ? എന്താ റോസ്റ്റർ ചിക്കൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 to 5 months ഓൾഡ് വിത്ത് ടെൻഡർ മീറ്റ് അല്ലേ. യെസ്. അതുപോലെ വാട്ട് ഏജ് ഡിഫൈൻസ് എ സ്റ്റൂയിങ് ചിക്കൻ? സ്റ്റൂയിങ് ചിക്കനെ സംബന്ധിച്ച് എന്താണ്? മോർ ദാൻ 10 months അല്ലേ സ്റ്റൂയിങ് ചിക്കൻ. ഓക്കെ, ഫൈൻ. അതുപോലെ വിച്ച് പൗൾട്രി ടൈപ്പ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ഹാവിംഗ് കൊയർ സ്കിൻ ആൻഡ് ടഫ് ആൻഡ് ഡാർക്കൻഡ് മീറ്റ്? ഏതാണ് വരുന്നത്? കോക്ക് ഓർ ഓൾഡ് റൂസ്റ്റർ അല്ലേ. കോക്ക് ഓർ ഓൾഡ് റൂസ്റ്റർ. ഓക്കെ. അതുപോലെ വിച്ച് ഫാക്ടർ ഇൻഫ്ലുവൻസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പൗൾട്രി ബേസ്ഡ് ഓൺ ഏജ്? ബേസ്ഡ് ഓൺ ഏജ് ക്ലാസിഫിക്കേഷൻ അല്ലേ. എന്താണ് ടെൻഡർനെസ് ആൻഡ് ഫാറ്റ് കണ്ടന്റ് വെച്ചിട്ടാണ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത് അല്ലേ. എന്താ അത്രേ ഉള്ളൂ. എന്താണ് നമ്മൾ ഏജ് വെച്ച് ക്ലാസിഫൈ ചെയ്യുമ്പോഴത്തേക്കും ഏത് ഫാക്ടറാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? മീറ്റിന് ടെൻഡർനെസ്സും ഫാറ്റ് കണ്ടന്റ്. ഫൈൻ. അതുപോലെ വാട്ട് ഈസ് ദ അബ്സോർബൻസ് റേഷ്യോ ഓഫ് ഫീഡ് ടു വെയിറ്റ് ഗെയിൻ ഇൻ എഫിഷ്യൻസി പൗൾട്രി ഫാമിംഗ് പ്രാക്ടീസ്? എത്രയാണ്? 1 കിലോഗ്രാം ഓഫ് ഫീഡ് പെർ കിലോഗ്രാം ബേർഡാണ്? അല്ല, 1.8 കിലോഗ്രാം ഫീഡ് പെർ കിലോഗ്രാം ഓഫ് ബേർഡാണ് വരുന്നത് അല്ലേ. സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ട്രൂ? നോക്കാം. ചിക്കൻസ് ആർ യൂഷ്വലി ഹാർവെസ്റ്റഡ് ടു 1 year ഓഫ് ഏജ് ഫോർ ബ്രോയിലർ പ്രൊഡക്ഷൻ. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. ഹാർവെസ്റ്റഡ് എന്നല്ല ശരിക്കും പറഞ്ഞാൽ. അതുപോട്ടെ. The term poultry includes all the birds that are domesticated by human beings. അതും തെറ്റ്. പൗൾട്രി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ബേർഡ്സും ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് എല്ലാ ബേർഡും വരികയില്ല. അത് എങ്ങനെ നമ്മൾ ആഹാരത്തിന് വേണ്ടിയിട്ട് മീറ്റിനോ അല്ലെങ്കിൽ മുട്ടയ്ക്കോ വേണ്ടി ഉപയോഗിച്ച് മാത്രമേ പൗൾട്രി നമ്മൾ പറയത്തുള്ളൂ. അപ്പോൾ തെറ്റ്. അതുപോലെ ദ ഫീഡ് കൺവേർഷൻ റേഷ്യോ ഫോർ റേസിംഗ് എ ബ്രോയിലർ ഈസ് ടിപ്പിക്കലി 1 കിലോഗ്രാം ഫീഡ് പെർ kg ഓഫ് ബേർഡ്. ശരിയായ പ്രസ്താവനയാണ് അല്ലേ. ഓക്കെ. അപ്പോൾ ഇത് ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ അല്ലേടാ. അപ്പോൾ എന്താണ് ശരിയുള്ള? ബി ആണ് ഉത്തരം. ബി അല്ലേ ഉള്ളൂ തന്നെ. എസ്, ബി ആണ്. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് നോട്ട് ടു ഫ്രം ലോ? താഴെ തെറ്റായ പ്രസ്താവന ഏതെന്ന് ചോദിക്കുന്നത്. റോസ്റ്റർ ഈസ് ടിപ്പിക്കലി അണ്ടർ 10 weeks ഓഫ് ഏജ്. റോസ്റ്റർ ടിപ്പിക്കലി അണ്ടർ 10 weeks ഓഫ് ഏജ്. 10 weeks ഓഫ് ഏജ്. 10 weeks ഓഫ് ഏജ്. തെറ്റ്. 10 weeks ഓഫ് ഏജ് എൻ്റെ താഴെ വരുന്നത് എന്താണ്? ബ്രോയിലറാണ്. അതുപോലെ ക്യാപ്പേൺസ് ആർ കാസ്ട്രേറ്റഡ് മെയിൽ ചിക്കൻസ് യൂഷ്വലി ലാർജർ വിത്ത് മോർ ഫ്ലേവർഫുൾ മീറ്റ്. ശരിയായ ഉത്തരവാണ് അല്ലേ. അതുപോലെ സ്റ്റാക്സ് ആർ ഫീമെയിൽ ചിക്കൻസ് യൂസ്ഡ് പ്രൈമറി ഫോർ എഗ് പ്രൊഡക്ഷൻ. തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ എന്താണ് ശരിയായതാണ്? തെറ്റായി വെച്ചാൽ അപ്പോൾ ഇതിന് 1 ഉം 3 ആണ് അല്ലേ. അപ്പോൾ 1 ഉം 3 ഉം സി. യെസ്, കറക്റ്റ്. ഓക്കെ. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ട്രൂ? നോക്കാം. എമൂസ് ആൻഡ് ഓസ്ട്രിച്ചസ് ആർ കൺസിഡർഡ് പൗൾട്രി ഇൻ സം പാർട്സ് ഓഫ് ദ വേൾഡ്. ശരിയാണ്. കാരണം ചില സ്ഥലങ്ങളിൽ എമുവിനെയും ഓസ്ട്രിച്ചിനെയും മീറ്റിനും അതുപോലെ മുട്ടയ്ക്കും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഡക്സ് ആർ നോട്ട് ക്ലാസിഫൈഡ് ആസ് പൗൾട്രി. തെറ്റായ പ്രസ്താവനയാണ് അല്ലേ. അതുപോലെ ആൾ പൗൾട്രി ബേർഡ്സ് ആർ റേസ്ഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ മീറ്റ്. തെറ്റായ പ്രസ്താവനയാണ് അല്ലേ. ശരിയായത് ചോദിക്കുമ്പോൾ 1 ഉത്തരം. 1 മാത്രം. അപ്പോൾ ബി ആണ് ഉത്തരം അല്ലേ. ഓക്കെ. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ നോട്ട് കറക്റ്റ് ഫ്രം ബിലോ? നോക്കാം. ബ്രോയിലേഴ്സ് ആർ ജനറലി ഓവർ 5 months ഓഫ് ഏജ് വെൻ ദ റീച്ച് മാർക്കറ്റ് സൈസ്. നോ, ഇറ്റ്സ് റോങ് അല്ലേ. 5 months ഒന്നും പോകണ്ട ബ്രോയിലർ. അതുപോലെ പൗൾട്രി ഡസൻറ്റ് ഇൻക്ലൂഡ് ബേർഡ്സ് ലൈക്ക് ഗീസ് ഓർ കൊയിൽ. നോ, ഗീസും കൊയിലും പൗൾട്രി ഉൾപ്പെടുന്ന ബേർഡ്സ് ആണ്. അതുപോലെ ഫീഡ് എഫിഷ്യൻസി ഈസ് എ കീ ഫാക്ടർ ഇൻ ദ അഫോർഡബിലിറ്റി ഓഫ് ചിക്കൻ മീറ്റ്. യെസ്, കറക്റ്റ് ആണ് അല്ലേ. നമ്മുടെ ചിക്കനെ വളർത്തുമ്പോൾ അതിനകത്തുള്ള ഫീഡ് എഫിഷ്യൻസിയാണ് നമുക്ക് കറക്റ്റായിട്ട് അത് മേടിച്ച് കഴിച്ചാലും നമുക്ക് വേറെ നഷ്ടമൊന്നും ഉണ്ടാകാത്ത അല്ലേ. അഫോർഡബിൾ ആകുന്നത് അതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ നാടൻ കോഴിയൊക്കെ വീടുകളിൽ വളർത്തി ഒരു കോഴിക്ക് 600 രൂപ കിട്ടിയാലും എങ്ങനെ ലാഭമാവാനാണ്? പ്രത്യേകിച്ച് നമ്മൾ കൈത്തീറ്റ എടുത്ത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ വലിയ നഷ്ടമാണ്. നിങ്ങൾക്ക് അറിയില്ല. നമ്മൾ കൂട്ടി നോക്കിയാലേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ അല്ലെങ്കിൽ ആ കറക്റ്റ് ഏജ് വിൽക്കണം. ഒരു 10 മാസമൊക്കെ വളർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 3 ഇരട്ടി പൈസയുടെ തീറ്റ തിന്ന് കാണും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അഴിച്ചു വിട്ട് വളർത്തുന്ന കോഴികളായിരിക്കണം. നമ്മൾ ഈ നാടൻ കോഴി ഈ കൈത്തീറ്റ മേടിച്ച് കൊടുക്കാണ്ട് അതിനുവേണ്ടി തീറ്റയ്ക്ക് വേണ്ടി പൈസ ചിലവാക്കാതെ നമ്മുടെ വീട്ടിൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്തുന്ന കോഴിയാണെങ്കിൽ
നോ പ്രോബ്ലം. ലാഭം മാത്രം, ഓൺലി ഗെയിൻ. ഓക്കെ, അപ്പോൾ ഏതാണ് മക്കളെ വരുന്നത്? 1 and 2 ആണ് തെറ്റായിട്ട് വരുന്നത്, 3 ശരിയാണ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ അതുപോലെ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് നോട്ട് ഫീഡിങ് ബേർഡ്സ് ഫോർ 12 hours ബിഫോർ സ്ലോട്ടർ? സ്ലോട്ടറിന് 12 മണിക്കൂർ മുന്നേ അതിനെ ഫീഡ് കൊടുക്കാതിരിക്കുന്ന എന്താണ്? ക്ലീനർ ഓപ്പറേഷൻസ് വിത്ത് empty crops അല്ലേ? യെസ്, വളരെ കറക്റ്റായ ഉത്തരം. അതുപോലെ വാട്ട് ഈസ് ദ ഡിസൈഡ് ഔട്ട്കം ഓഫ് കംപ്ലീറ്റ് ബ്ലീഡിങ് ഇൻ പൗൾട്രി പ്രോസസിങ്? കംപ്ലീറ്റ് ബ്ലീഡിങ് ഇൻ പൗൾട്രി പ്രോസസിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് പറയാ? എന്തിനാണ് കറക്റ്റായിട്ട് പറയുന്നത്? ടു പ്രൊഡ്യൂസ് എ ഡിസൈറബിൾ സ്കിൻ കളർ ഇൻ ദ ഡ്രസ്ഡ് ബേർഡ്. ആണ് കൃത്യമായിട്ടുള്ള ഉത്തരവ് അല്ലേ? ഓക്കെ. അതുപോലെ വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് സ്കാൽഡിങ് ഇൻ പൗൾട്രി പ്രോസസിങ്? എന്തിനാണ്? ടു ക്ലീൻ ദ ബേർഡ് തറാവലി അല്ലേ? യെസ്. അതിന് മുന്നേ അത് കൂടുതൽ ശരിയായ ഉത്തരം എന്താണ്? ടു ലൂസൺ ഫെദേഴ്സ് ഫോർ ഈസിയർ റിമൂവൽ. അതാണ് എക്സാക്ട് ഉത്തരം അല്ലേ? ടു ക്ലീൻ ദ ബേർഡ് തറൗലി എന്ന് പറയുമ്പോൾ ഇന്റേണൽ ക്ലീൻ, അതായത് വിസറയുടെ ക്ലീനിങ് എല്ലാം ഉണ്ട് അല്ലേ? അതെല്ലാം പെടും. പക്ഷേ കൂടുതൽ ശരിയായ ഉത്തരം ടു ലൂസൺ ഫെദേഴ്സ് ഫോർ ഈസിയർ റിമൂവൽ. അതുപോലെ ഹൗ ആർ പിൻ ഫെദേഴ്സ് ടിപ്പിക്കലി റിമൂവ്ഡ് ആഫ്റ്റർ ഡീഫെദറിങ്? എങ്ങനെയാണ്? ഹാൻഡ് വെച്ച് വേണമെങ്കിൽ ചെയ്യാം. ഏതാണ്? യൂസിങ് മെൽറ്റഡ് വാക്സ് ആൻഡ് ചില്ലിങ് ആണ് കുറച്ചും കൂടെ പക്കയായിട്ടുള്ള മെത്തേഡ്. അതുപോലെ ബേണിംഗ് ദം ഓഫ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ശരിക്കും എന്ത് ചെയ്യാറില്ല, നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ വീട്ടിൽ നമ്മൾ കത്തിക്കാറില്ലടാം ഇതിനെ. അതായത് നമ്മൾ ഇപ്പം ഡീഫെദറൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഒരു തീ പിടിച്ച് കാണിക്കുമ്പോഴത്തേക്കും കുറേയൊക്കെ ഇതങ്ങ് പോകും. പക്ഷേ ഇത് ഫുള്ള് പോകത്തില്ല. ഏത് പോകത്തില്ല? പിൻ ഫെദർ ഫുള്ള് അത് പോകത്തില്ല. അത് പുറമേ ഇരിക്കുന്ന ഭാഗം കത്തി പോകത്തേ ഉള്ളൂ. അകത്തിരിക്കണം, അവിടെ ഇരിക്കും, അത് കുഴപ്പമില്ല. എന്തായാലും ഇവിടെ എന്താണ് കറക്റ്റ് ആൻസർ? എന്താണ്? നമ്മുടെ കൊമേഴ്ഷ്യൽ ഏരിയയിൽ യൂസിങ് മെൽറ്റഡ് വാക്സ് ആൻഡ് ചില്ലിങ് ആണ് അല്ലേ? അത് ചില്ല് ചെയ്തിട്ട് വലിച്ചെടുത്ത് കളയും അല്ലേ? ഓക്കെ. അതുപോലെ വാട്ട് ടെമ്പറേച്ചർ റേഞ്ച് ഈസ് മെയിൻറ്റെയിൻഡ് ഡ്യൂറിങ് ഡീപ് ചില്ലിങ് ടു എക്സ്റ്റെൻഡ് ഷെൽഫ് ലൈഫ് അല്ലേ? ഡീപ് ചില്ലിങ്ങിൽ -1 to -2 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ജസ്റ്റ് എബവ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പൗൾട്രി മീറ്റ് അല്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതുപോലെയാണ് മക്കളെ ചോദ്യങ്ങൾ വരിക. ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ അടിപൊളിയായിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് പഠിക്കുക. ഇനി കൂടുതൽ ചോദ്യങ്ങളെല്ലാം നമ്മളെവിടെ പരീക്ഷകളിലായിരിക്കും ഉൾപ്പെടുന്നത്. പരീക്ഷകൾ ഒരൊറ്റ എണ്ണം പോലും മിസ്സാവരുത്. ഏതെങ്കിലും പരീക്ഷ നിങ്ങൾ മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ മിസ്സാവുമെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനൊക്കെ എഴുതിയുള്ള പ്രാക്ടീസ് നിങ്ങൾ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും. അത് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നമ്മുടെ ICD സൂപ്പർവൈസർ പരീക്ഷയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിജയം നമ്മുടെ കൈപ്പിടിയിൽ തന്നെ ഇരിക്കും. ഒരു സംശയം വേണ്ട. 1ാം റാങ്കിന് വേണ്ടിയുള്ള മത്സരം മാത്രമാണ് ഇനി വേണ്ടത്. ആ 1ാം റാങ്കിന് വേണമെങ്കിൽ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം മക്കളെ. ആൾറെഡി വന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി ഡെയിലി നിങ്ങൾ 2 മണിക്കൂർ മാറ്റിവെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ദെയർ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ് കേട്ടോ. ഇനി വരുന്ന മന്ത്ലി എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഇതുവരെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടായിരിക്കും വരുന്നത്. ഫുൾ ടോപ്പിക് കവർ ചെയ്ത് വരുന്ന മന്ത്ലി എക്സാമിനേഷൻ. അപ്പോൾ അതെന്ത് ചെയ്യുക? അതെല്ലാ പേരും അടിപൊളിയായിട്ട് എഴുതുക. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഇന്നേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അടുത്ത പരീക്ഷ അടുത്ത ആഴ്ചയാണെന്നുള്ള കോൺസെപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുക? വലിച്ചു വാരി പഠിക്കുമ്പോഴത്തേക്കും എപ്പോഴും എന്തായിരിക്കണം? നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് ക്വാളിറ്റി ടൈം ആയിരിക്കണം മക്കളെ. എന്തായിരിക്കണം? ക്വാളിറ്റി ടൈം ആയിരിക്കണം. എങ്ങനെ നമുക്കറിയാം ക്വാളിറ്റി ടൈം? എങ്ങനെ അറിയാം? നമ്മൾ വായിച്ച് പഠിക്കുമ്പോഴത്തേക്കും എപ്പോഴും പറയാറുണ്ട്, വായിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ എടുത്ത് വെക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ആലോചിച്ച് പോകും. സ്വാഭാവികം, നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ആലോചിച്ച് പോകും, തെറ്റൊന്നുമില്ല അതിനകത്ത്. പക്ഷേ ദാറ്റ് ഇസ് നോട്ട് ക്വാളിറ്റി ടൈം. അത് അങ്ങനെ നമ്മൾ സമയം ചിലവഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സമയം ഞാൻ പഠിച്ചു എന്നുള്ള നമ്മുടെ ബ്രെയിനെ നമ്മൾ വിശ്വസിപ്പിക്കുകയാണ്. നമ്മളെ ബ്രെയിൻ എത്ര പെട്ടെന്ന് നമുക്ക് ഫുൾ പറ്റിക്കാൻ പറ്റും കേട്ടോ. ബ്രെയിനെ ഈസി ആയിട്ട് പറ്റിക്കാൻ പറ്റും. അങ്ങനെ പറ്റിക്കരുത് നിങ്ങൾ. അങ്ങനെ പറ്റിക്കുകയാണെങ്കിൽ പറ്റിക്കുകയാണെന്നുള്ള തോന്നുന്നത് നമുക്ക് ഉണ്ടാകണം. അപ്പോൾ എന്ത് ചെയ്യണം? ബ്രെയിനെ നമ്മളെ തന്നെ ഒരിക്കലും നിങ്ങൾ പറ്റിക്കാതിരിക്കുക. കൃത്യമായിട്ടത് ക്വാളിറ്റി ടൈം ആണെന്ന് ഉറപ്പാക്കുക. വേണമെങ്കിൽ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പഠനത്തിനിരിക്കുക. അതായത് കറക്റ്റ് പഠിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് പഠനം തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് വാച്ച് സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങൾ സ്റ്റോപ്പ് വാച്ച് മൊബൈലിൽ കിട്ടുമല്ലോ. സ്റ്റോപ്പ് വാച്ച് സംഭവം അലാറം ക്ലോക്ക് അല്ല ഞാൻ പറഞ്ഞത്. സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. നിർത്തിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കുക. അപ്പോൾ എത്ര 10 മിനിറ്റ് പഠിച്ചു എന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും ചായ കുടിക്കാൻ പോയി. ആ സമയം കൂട്ടണ്ട, ചായ കുടിച്ചിട്ട് വന്നു. അല്ലെങ്കിൽ കൊച്ചുങ്ങളെ വിളിച്ച് കൊച്ചുങ്ങളെ കാര്യം നോക്കാൻ പോയിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് പഠിക്കാൻ ഇരിക്കുമ്പോൾ സ്റ്റോപ്പ് വാച്ച് പിന്നെ ഓണാക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് ചെവിയിൽ കേൾക്കാൻ തുടങ്ങുന്നു, ആ സമയത്ത് സ്റ്റോപ്പ് വാച്ച് ഓണാക്കിയാൽ മതി. അത്രയും സമയം നമ്മളത് സ്പെൻഡ് ചെയ്തു. ഓക്കെ, യു വിൽ ഗെറ്റ് ദ ക്വാളിറ്റി ടൈം. പിന്നെ എപ്പോഴും നിങ്ങൾ ഒന്നും പറ്റിയെങ്കിൽ ക്ലാസ് കേൾക്കുക. എടുത്ത് വെച്ച് റിപ്പീറ്റ് കേൾക്കുക. ഇത് നമ്മൾ തലയ്ക്കകത്തോട്ട് കയറുക. ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും ആദ്യ റാങ്കുകൾ മേടിച്ച് തന്നെ വരണം. നിങ്ങളെ ലോകം തിരിച്ചറിയും മക്കൾ. എനിക്ക് അത്രയും പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് വിജയാശംസകൾ നേരുകയാണ്. താങ്ക് യു.